السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. ولتجدنهم أحرص الناس على حياة ومن الذين أشركوا يود أحدهم لو يعمر 1000 سنة وما هو بمزحزحه من العذاب أن يعمر والله بصير بما يعملون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാനനായ അധ്യക്ഷൻ, ആദരണീയരായ സഹപ്രവർത്തകരെ, സഹോദരങ്ങൾ, റഹ്മാനായ റബ്ബിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് ഭൗതിക ജീവിതയാത്രയിലെ തിരക്കുകൾക്കിടയിൽ അല്പസമയം ജീവിതത്തിലെ ഏറ്റവും ഗൗരവപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനും കേൾക്കാനും ആലോചനകൾ നടത്താനും നമുക്ക് അവസരം വന്നിരിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ചുകൂടലും സംസാരവും കേൾക്കലും എല്ലാം സ്വാലിഹായ അമലുകളായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നേരത്തെയുള്ള തീരുമാനപ്രകാരം ബഹുമാനനായ ഹാരിസ് സലീമാണ് ഇവിടെ സംസാരിക്കേണ്ടിയിരുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ അദ്ദേഹത്തിൻ്റെ അനാരോഗ്യ കാരണത്താലാണ് ഈ ഉള്ളവനിൽ ഈ ചുമതല ഏൽപ്പിക്കപ്പെട്ടത്. റഹ്മാനായ റബ്ബ് നമ്മുടെ ഹാരിസ് മൗലവിക്ക് പൂർണ്ണമായ ശിഫ നൽകി ദഅവത്ത് രംഗത്ത് പൂർവോപരി ശക്തമായി നമ്മുടെ മുന്നിൽ നിന്ന് നയിക്കാൻ അള്ളാഹു എല്ലാവിധ ആഫിയത്തും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു കലണ്ടർ മാറ്റിവെച്ച് പുതിയൊരു കലണ്ടർ ചുമതിൽ സ്ഥാപിച്ച ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. എഴുത്തുകളിൽ, ഇടപാടുകളിൽ തീയതി എഴുതുമ്പോൾ പലപ്പോഴും അറിയാതെയെങ്കിലും 2024 എന്ന് വന്നുപോകുന്ന അത്ര അതിശീഘ്രഗതിയിൽ പഴയത് മറക്കാൻ കഴിയുന്നതിന് മുമ്പ് പുതിയത് കടന്നു വന്ന ഒരനുഭവം. ജീവിത യാത്ര അങ്ങനെയാണ്. പക്ഷേ ആ യാത്രയിൽ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യങ്ങളും മനസ്സാന്നിധ്യമുള്ളതാകണം, സ്വദേശപരമാകണം. ഒഴുകുന്ന വെള്ളത്തിൻ്റെ ഉപരിതലത്തിലെ തൊണ്ടുപോലെ അങ്ങനെ പോകാനുള്ളതല്ല ഒരു മുഅ്മിനിൻ്റെ ജീവിതം. അവൻ്റെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും ആലോചനകൾ ആവശ്യമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, മാതാവിൻ്റെ ഗർഭാശയത്തിൽ ഒരു സൈഗോട്ട്, ഒരു സിക്താണ്ഡമായി രൂപപ്പെട്ട നമ്മൾ ഗർഭാശയ ഭിത്തിയുടെ തള്ളലിലൂടെ ഈ ഭൂമിയുടെ പ്രതലത്തിലേക്ക് ജനിച്ചു വീണു. ജീവിതയാത്ര മുന്നോട്ട് പോയി. ഇനി ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ പര്യവസാനം മയ്യത്ത് കട്ടിലാണ്. അപ്പോൾ വാട്ട് ഈസ് ലൈഫ്, എന്താണ് ജീവിതം എന്ന ചോദ്യത്തിന് ഒറ്റ വാക്കിൽ നൽകാവുന്ന മറുപടി ഗർഭപാത്രത്തിൽ നിന്ന് തുടങ്ങി മയ്യത്ത് കട്ടിലിൽ അവസാനിക്കുന്ന ഒരു യാത്ര. ആ യാത്രയിലാണ് നമ്മൾ ഏവരും ഉള്ളത്. ആ യാത്രയുടെ ദൈർഘ്യം നമുക്കറിയില്ല, റബ്ബിന് മാത്രം അറിയാവുന്നതാണ്. പക്ഷെ അത് വളരെ ഹ്രസ്വമാണ്, ചുരുങ്ങിയതാണ്. ആ ചുരുങ്ങിയ യാത്ര ഓർമ്മിക്കത്തക്കതായ ചില അടയാളപ്പെടുത്തലുകളുള്ള സഫലമായ ഗുണപ്രാപ്തിയുള്ള അർത്ഥപൂർണമായ ഒരു യാത്രയാക്കി മാറ്റാൻ സാധിച്ചാൽ നമ്മൾ സൗഭാഗ്യവാന്മാരായി തീർന്നു. നമുക്കറിയാം, ചിന്തനീയമായ ഒന്നാണ് റൂഹ് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും ചർച്ചാ വിഷയമായിരുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയപ്പോൾ മദീനയിലുണ്ടായിരുന്ന ജൂതന്മാർ ഈ മുഹമ്മദ് യഥാർത്ഥ പ്രവാചകനാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം, അതിന് ചില ചോദ്യങ്ങൾ ചോദിക്കാം എന്ന് തീരുമാനിക്കുന്നു. അവർ പ്രധാനമായി ചോദിച്ച ഒന്നാമത്തെ ചോദ്യം എന്താണ് റൂഹ് എന്നതായിരുന്നു. യസ്അലൂനക അനിർ റൂഹ് എന്ന് തുടങ്ങുന്ന ആയത്ത് ആ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അള്ളാഹു
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചു കൊടുത്തത്. അവർ താങ്കളോട് റൂഹിനെ പറ്റി ചോദിക്കുന്നു. ആ റൂഹ്, അതിനെ സംബന്ധിക്കുന്ന കാര്യം എൻ്റെ റബ്ബിന്റെ അടുക്കലാണ് എന്ന് മറുപടി പറയാനാണ് അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചത്. പക്ഷെ റൂഹ് എന്നതൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഉമ്മയുടെ വയറ്റിലാകുന്ന സമയത്ത് അള്ളാഹു നമ്മുടെ റൂഹിനെ അവിടേക്ക് നൽകി. ആ റൂഹ് അള്ളാഹുലേക്ക് തിരിച്ചു പോവുകയാണ് മരണത്തിന്റെ ഘട്ടത്തിൽ. ഈ റൂഹിന്റെ ഹ്രസ്വമായ നമ്മോടൊപ്പമുള്ള ഈ യാത്രാവേള, ചുരുങ്ങിയതായ ആ കാലഘട്ടം, അള്ളാഹുലേക്ക് റൂഹ് തിരിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ അത് കൃത്യമായി അല്ലിയീനിൽ രേഖപ്പെടുത്താൻ സാധ്യമാകുന്ന നിലക്കുള്ള പരിശുദ്ധമായ ഒരു ആത്മാവായി റബ്ബിന്റെ മലക്കുകളുടെ അഭിവാദനങ്ങൾ വാനലോകത്ത് വെച്ച് ഏറ്റുവാങ്ങിക്കൊണ്ട് സന്തോഷത്തോടു കൂടി റബ്ബിലേക്ക് തിരിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു റൂഹായി മാറണമെങ്കിൽ ബോധപൂർവമായ ചില അധ്വാനങ്ങളും പരിശ്രമങ്ങളും നമ്മുടെ ഭാഗത്ത് നിന്ന് ആവശ്യമാണ്. ആ പരിശുദ്ധമായ റൂഹായി, മലക്കുകളാൽ ആനയിക്കപ്പെടുന്ന ഒരു റൂഹിന്റെ ഉടമയായി നമ്മൾ മാറണമെങ്കിൽ ഓരോ കലണ്ടർ മറിച്ചിടുമ്പോഴും ഗൗരവകരമായ ചില ആലോചനകൾ നമ്മളിലേക്ക് കടന്നു വരണം. ഒന്ന്, കാലം എന്നത് റൂഹ് പോലെ തന്നെ അള്ളാഹുവിന്റെ അപാരമായ ഒരു സംവിധാനമാണ് കാലം എന്ന് പറയുന്നത്. നമ്മുടെ ബുദ്ധിയുടെ വ്യാഖ്യാനത്തിലും ചിന്തയിലും ഒതുങ്ങുന്ന ഒന്നല്ല. അള്ളാഹു പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാനാണ് കാലം എന്നതാണ്. നിങ്ങൾ കാലത്തെ പഴിക്കരുത് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഹദീസിലൂടെ പഠിപ്പിച്ചത് ഞാനാണ് കാലം എന്നാണ്. അള്ളാഹുവാണ് കാലം. റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അതിമഹത്തായ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് കാലം. നമുക്ക് കാലത്തിന് 3 ഘട്ടങ്ങളുണ്ട്. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്ന് പറയും. അഥവാ കഴിഞ്ഞുപോയതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും വരാനിരിക്കുന്നതും. അള്ളാഹുവിന്റെ അടുക്കൽ കാലം ഒന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ കാലവും സമയവുമെല്ലാം ദൈവികമായ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. ആ കാലം അതിശീഘ്രഗതിയിൽ മുന്നോട്ട് പോകുമ്പോൾ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ, ഒരു ഒഴുകുന്ന വെള്ളത്തിന്റെ ഉപരിതലത്തിലെ തൊണ്ടുപോലെ അങ്ങനെ അങ്ങ് പോകേണ്ടുന്നവരല്ല നമ്മൾ. മറിച്ച് ഈ കാലം എങ്ങനെ എനിക്ക് ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്ന ഏറ്റവും ഗൗരവകരമായ ചിന്തയാണ് നമ്മൾ ഉണ്ടാകേണ്ടത്. അന്ത്യനാളിന്റെ അടയാളത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവിധ ഹദീസുകളിലൂടെ ഗൗരവപൂർവ്വം പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊരു സംഭവം സഹാബത്ത് പറയുന്നു. ഒരു ദിവസം സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലേക്ക് കയറി ഞങ്ങളോട് പ്രസംഗം ആരംഭിച്ചു. ആ പ്രസംഗം അങ്ങനെ ദീർഘിച്ചു പോയി. ളുഹറിന്റെ സമയമായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താഴോട്ടിറങ്ങി ഞങ്ങൾക്ക് ഇമാമത്ത് നിന്ന് നമസ്കരിച്ചു. നമസ്കാര ശേഷം വീണ്ടും മിമ്പറിൽ കയറി അസർ വരെ പ്രസംഗിച്ചു. അസറിന് വേണ്ടി നമസ്കാരത്തിന് നേതൃത്വം നൽകിയ ശേഷം മഗ്രിബ് വരെ ഞങ്ങളോട് പ്രസംഗിച്ചു. എന്തൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രസംഗത്തിൽ പറഞ്ഞത് എന്ന് ഞങ്ങളിൽ ഏറ്റവും കൂടുതൽ മനഃപ്പാഠമാക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ ഓർക്കാൻ കഴിയൂ. അത്രയേറെ വിഷയം. പക്ഷേ സബ്ജക്റ്റ് ബേസിക്കലി ഒന്നു മാത്രമാണ്. ഒറ്റ വിഷയം, ലാ തഖൂമു സ്സാഅ, അന്ത്യനാൾ സംഭവിക്കയില്ല, ഇന്ന കാര്യങ്ങൾ സംഭവിച്ചിട്ടല്ലാതെ എന്ന് എണ്ണി എണ്ണി പറഞ്ഞതാണ് ആ പ്രസംഗത്തിൽ. ആ പ്രസംഗത്തിൽ പറഞ്ഞ പ്രധാനമായ ഒരു കാര്യം, ലാ തഖൂമു സ്സാഅ ഹത്താ യതഖാറബു സ്സമാൻ, കാലം അടുത്തതായി തോന്നും. എത്ര പെട്ടെന്നാ 2024 കഴിഞ്ഞുപോയത്. ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞുപോയത് എത്ര വേഗമാണ്. ഒരു നോമ്പ് കഴിഞ്ഞിട്ട് ഇതാ മാസം 10 കഴിഞ്ഞോ, എത്ര വേഗമാണ് ഓരോന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രയാണം അതിശീഘ്രഗതിയിലുള്ളതായി അനുഭവപ്പെടും. പലപ്പോഴും അതിനെക്കുറിച്ച് ഓർക്കാൻ നമുക്ക് കഴിയില്ല. 10-20-30 കൊല്ലം മുമ്പേ കണ്ടിരുന്നൊരു സുഹൃത്ത്, അല്ലെ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച ഒരു സുഹൃത്തിനെ വർഷങ്ങൾക്ക് ശേഷം കോഴിക്കോട് ടൗണിൽ വെച്ച് അല്ലെങ്കിൽ ഒരു വിവാഹ മരണ വീട്ടിൽ വെച്ച് കാണുമ്പോൾ നമ്മൾ ചോദിക്കും, എടാ ആകെ നനച്ചല്ലോ, ആകെ വയസ്സനായി പോയല്ലോ. ഇതേ മാറ്റം അതേ 30 വർഷം കൊണ്ട് എന്നിലും സംഭവിച്ചിട്ടുണ്ട് എന്നത് മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. ഞാൻ മറ്റൊരാളെയാണ് വിലയിരുത്തുന്നത്. ഇതേ പരിവർത്തനം നമ്മൾ അറിയാതെ നമ്മളിലും സംഭവിച്ചിട്ടുണ്ട്. പണ്ടെടുത്തൊരു പാസ്പോർട്ടിലെ ഫോട്ടോ നോക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു ID കാർഡ് കാണുമ്പോഴാണ് ഞാൻ ഇങ്ങനെയായിരുന്നോ എന്ന ചിന്ത നമ്മളിലേക്ക് വരുന്നത്. അത്ര ശീഘ്രഗതിയിൽ കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു.
എവിടേക്ക്? ഞാൻ നേരത്തെ പറഞ്ഞ മയ്യത്ത് കട്ടിലിലേക്ക്, ഖബറിലേക്കുള്ള യാത്ര. അതുകൊണ്ട് ഒരു കലണ്ടർ മറിച്ചിടുമ്പോൾ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഒരു പുതുവർഷം കടന്നു വരുമ്പോൾ എൻ്റെ ജീവിതത്തിലെ അതിപ്രധാനമായ ഒരു ഘട്ടം കഴിഞ്ഞു പോയിരിക്കുന്നു. ഞാൻ മരണത്തിലേക്ക് അത്രയേറെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഗൗരവപ്പെട്ട ചില ആലോചനകൾ എന്നിൽ ആവശ്യമാണ്. ആയുസ്സിനെ കുറിച്ച് ഒരു നിഷേധിക്ക്, ഒരു ബഹുദൈവ വിശ്വാസിക്കുണ്ടാകുന്ന നിലപാടും ഒരു മുഅ്മിനിനുണ്ടാകേണ്ടുന്ന നിലപാടും വളരെ കൃത്യമായി അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ ഇവിടെ പാരായണം ചെയ്തിട്ടുള്ള വചനം ആ കാര്യമാണ് ബോധ്യപ്പെടുത്തുന്നത്. അള്ളാഹു പറയാം, ജൂതന്മാരെ കുറിച്ച് പറഞ്ഞിട്ട് പറയാം, അവർ ആയുസ്സിനോട്, ജീവിതത്തോട് അതിയായ ആർത്തിയുള്ളവരായി തീരും. പൂർവ്വ വേദക്കാരായ ജൂതന്മാരായ ആളുകളുടെ വ്യത്യസ്ത സ്വഭാവം പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹു പറയാണ്, അവർ ആയുസ്സിനോട്, ജീവിതത്തോട് അതിയായ ആർത്തിയുള്ളവരാണ്. അവർ മാത്രമല്ല വമിനല്ലദീന അശ്റകൂ, ബഹുദൈവ വിശ്വാസികൾ അങ്ങനെ തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം മറ്റൊരു ഹദീസിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഒരു മനുഷ്യൻ പ്രായം വർദ്ധിക്കും തോറും രണ്ട് കാര്യങ്ങൾ അയാളിൽ യുവത്വം പ്രാപിക്കും. വയസ്സ് കൂടി വരുംതോറും രണ്ട് കാര്യങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. ഏതൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ? ഒന്ന് അൽ ഹിർസു അലൽ മാൽ, സമ്പത്തിനോടുള്ള ആർത്തി മനുഷ്യന് പ്രായം കൂടുന്തോറും കൂടിക്കൊണ്ടിരിക്കും. നമുക്കറിയാമല്ലോ, നമ്മൾ പലരെ കുറിച്ചും പറയാറില്ലേ, വയസ്സേറെ ആയിട്ടും വിശ്രമമില്ലാതെ അധ്വാനിക്കുന്നത് കാണുമ്പോൾ എത്ര കൊല്ലായി മൂപ്പര് സമ്പാദിക്കുന്നു, ഇപ്പൊ മക്കളൊക്കെ നല്ലൊരവസ്ഥയിലെത്തി, ഇനി മൂപ്പർക്കൊന്ന് വിശ്രമിച്ചുകൂടും. അത് നമുക്കും ബാധകമാണ്. എന്താ ഈ അവസ്ഥ വരാൻ കാരണം? റസൂലുള്ളാഹി പറഞ്ഞതാണ്, അൽ ഹിർസു അലൽ മാൽ, സമ്പത്തിനോടുള്ള ആർത്തി മനുഷ്യന്റെ ആയുസ് കൂടുന്തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. രണ്ടാമത്തേതാണ് വൽ ഹിർസു അലൽ ഉംർ, ആയുസ് ദീർഘിച്ച് കിട്ടാനുള്ള താല്പര്യം. ഒരു 70 വയസ്സായാൽ വിചാരിക്കും ഒരു 90 കിട്ടണം. 90 മനുഷ്യന്റെ ആഗ്രഹം തീരില്ല, ആയുസ് ദീർഘിച്ച് കിട്ടണം. ഈ രണ്ട് മോഹങ്ങൾ മനുഷ്യന്റെ പ്രായം കൂടുന്തോറും അവനിൽ വർദ്ധിച്ചു വരുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ജൂതന്മാരെ കുറിച്ചും ബഹുദൈവ വിശ്വാസികളെ കുറിച്ചും പറഞ്ഞ ശേഷം അവരുടെ പ്രത്യേകത ജീവിതത്തോടുള്ള ഈ ആർത്തിയാണ് എന്ന് പറഞ്ഞിട്ട് തുടർന്ന് അല്ലാഹു പറയാണ്, യവദ്ദു അഹദുഹും ലൗ യുഅമ്മറു അൽഫ സന, 1000 കൊല്ലത്തെ ആയുസ് കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹു പറയാണ്, ആയുസ് ദീർഘിച്ചു കിട്ടി എന്നതുകൊണ്ട് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടില്ല കേട്ടോ. കുറെ കൊല്ലം ജീവിക്കാൻ കഴിഞ്ഞു എന്നതുകൊണ്ട് റബ്ബിന്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. വല്ലാഹു ബസീറും ബിമാ യഅമലൂൻ, അവർ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു സൂക്ഷ്മമായി കണ്ടറിയുന്നവനാണ്. അതുകൊണ്ട് റബ്ബിന്റെ നിരീക്ഷണത്തിലാണ് എൻ്റെ ജീവിതം. അള്ളാഹുവിന്റെ ഔദാര്യമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ള ഈ ആയുസ് എന്ന് മനസ്സിലാക്കാൻ. ഖബർ സിയാറത്തിനെ കുറിച്ച് പഠിപ്പിച്ചിടത്ത് റസൂലുള്ളാഹി പറഞ്ഞല്ലോ, തുദക്കിറുകുമുൽ ആഖിറ തുദക്കിറുകുമുൽ മൗത്ത്, മരണത്തെക്കുറിച്ച് ഓർമ്മ അതുണ്ടാക്കും, പരലോകത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാക്കും. നാട്ടിലെ ഖബർസ്ഥാനിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എന്തൊക്കെ ഓർമ്മയാണ് നമ്മുടെ മനസ്സിലുള്ളത്? ആരുടേതാണ് ആ ഖബർ? എൻ്റെ അതേ ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചവൻ, എൻ്റെ കൂടെ ഒരേ പ്ലേ ഗ്രൗണ്ടിൽ ഒന്നിച്ചു കളിച്ചവൻ, എൻ്റെ കൂടെ ഒരേ സംഘടനയിൽ ഒന്നിച്ചു പ്രവർത്തിച്ചവൻ, അവൻ്റെ ഖബറാണ് കാണുന്നത്. അള്ളാഹു എനിക്ക് ആയുസ് നീട്ടിത്തന്നു എന്നോടുള്ള ഔദാര്യമായി. അവനെപ്പോലെ ഞാനും പണ്ടേ പോകാൻ സാധ്യതയുള്ളവനായിരുന്നു. അള്ളാഹുവിന്റെ ഔദാര്യമാണ് എനിക്ക് നീട്ടി നൽകപ്പെട്ടിട്ടുള്ള ഈ ആയുസ്. അതുകൊണ്ട് എപ്പോഴും ആ ഒരു ചിന്തയാണ് ഒരു വർഷം, പുതിയ വർഷം കടന്നു വരുമ്പോൾ സത്യവിശ്വാസിയുടെ മനസ്സിലുണ്ടാകുന്നത്. അള്ളാഹു എല്ലാം നേരത്തെ രേഖപ്പെടുത്തി വെച്ചതാണ്. കൃത്യമായി റബ്ബിന്റെ ഗ്രന്ഥത്തിൽ, അഥവാ അവനെല്ലാം ലൗഹിൽ മഹ്ഫൂദിൽ അള്ളാഹു എല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ വചനത്തിന്റെ തഫ്സീറിൽ നമുക്ക് കാണാം, അൽ ഖലമു മിൻ അവ്വലി ഖൽഖില്ലാഹ്, പേന അള്ളാഹുവിന്റെ ആദ്യ സൃഷ്ടിപ്പിൽപ്പെട്ടതാണ്. സുബ്ഹാനല്ലാഹ്, പേന എന്നത് ഒരു അത്ഭുത പ്രതിഭാസമാണ്. ലോകത്ത് അറിവിന്റെ വിസ്ഫോടനം നടന്നത് പേനയിലൂടെയാണ്. സംസ്കാരങ്ങളുടെ കൈമാറ്റം നടന്നത് പേനയിലൂടെയാണ്. ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അതിന്റെ പഴക്കം എത്രയെന്ന് നമുക്കറിയില്ല. ആധുനികമായ ഫൗണ്ടൻ പേനയിൽ എത്തിച്ചേർന്ന പേനയുടെ ചരിത്രം സുദീർഘമാണ്. ഇസ്ലാമികമായി ചിന്തിക്കുമ്പോൾ
അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്ക് ആദ്യ സൃഷ്ടിപ്പിൽപ്പെട്ടതാണ് പേന. പേനയെ സൃഷ്ടിച്ച ശേഷം ഉക്തുബ് എന്ന് അള്ളാഹ് കൽപ്പിച്ചു. എല്ലാം രേഖപ്പെടുത്തി ലൗഹുൽ മഹ്ഫൂദിൽ, ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ യാഥാർത്ഥ്യങ്ങളും. അതിനെയാണ് അള്ളാഹുവിന്റെ ഖലാ, അവന്റെ ഖദർ എന്ന് പറയുന്നത്. ആ രേഖപ്പെടുത്തപ്പെട്ട കാര്യത്തിൽ മാറ്റം വരുത്താൻ ഒരേ ഒരു കാര്യത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത് ദുആയാണ്. ദുആക്ക് അള്ളാഹുവിന്റെ ഖദാഇൽ മാറ്റം വരുത്താൻ സാധിക്കും. അതും റബ്ബിന്റെ സംവിധാനത്തിൽപ്പെട്ടതാണ്. ഏതായിരുന്നാലും ആ രൂപത്തിലുള്ള ഒരു ജീവിതം മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ മരണത്തിലേക്കുള്ള യാത്രയാണ് ഞാൻ ഈ നടന്നെടുക്കുന്നത് എന്ന ചിന്തയാണ് ഒരു പുതുവർഷം പ്രധാനമായി നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത് അൽ മൗത്ത്. സുഖഭോഗങ്ങളെ തകർത്ത് കളയുന്ന സ്മരണ നിങ്ങൾ വർദ്ധിപ്പിക്കണം. ഏതാണ് ആ സുഖഭോഗങ്ങളെ തകർത്ത് കളയുന്ന കാര്യം? അൽ മൗത്ത്, മരണമാണ്. ഒരു പാവപ്പെട്ട കുടുംബം, പ്രയാസപ്പെട്ട് ജീവിച്ചൊരു കുടുംബം, അതിൽ വളർന്നു വന്നൊരു മകൻ ബിസിനസ് ചെയ്തു, അല്ല വിദേശത്ത് പോയി അത്യാവശ്യം നല്ല കാശുണ്ടാക്കി കഷ്ടപ്പെട്ട് ജീവിച്ച് മക്കളെ വളർത്തിക്കൊണ്ടുവന്ന ആ ഉമ്മയുപ്പയൊക്കെ ഒരു സന്തോഷത്തിലായി പുതിയ പലണിത വീട്ടിൽ അവിടുത്തെ സോഫയിലിരുന്ന് അങ്ങനെ സന്തോഷത്തിന്റെ വാക്കുകൾ സംസാരം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്നൊരു ഫോൺ കോൾ. കോഴിക്കോട് മാവൂർ റോഡിൽ വെച്ച് നടന്ന ഒരു അപകടത്തിൽ ആ കുടുംബത്തിന്റെ അത്താണിയായ ചെറുപ്പക്കാരൻ മരിച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്താണ് അവിടെ നടക്കുന്നത്? ഒരു നിമിഷം കൊണ്ട് അതാ വീട്ടിലുണ്ടായിരുന്ന ചിരി കരച്ചിലായി മാറുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം റബ്ബിനെ കുറിച്ച് പറയുന്ന വിശുദ്ധ ഖുർആനിലെ റബ്ബിന് നൽകുന്ന മഹത്വത്തെ കുറിച്ച് എടുത്തു പറയുന്നിടത്ത് നമുക്ക് കാണാം, വഅന്നഹു ഹുവ അദ്ഹക വഅബ്ക വഅന്നഹു ഹുവ അമാത വഅഹ്യ. തീർച്ചയായും അവനാണ് ചിരിപ്പിക്കുന്നതും അവനാണ് കരയിപ്പിക്കുന്നതും. ചിരിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷം ആ ചിരിയെ കരച്ചിലാക്കി മാറ്റാൻ അല്ലാഹുവിന് ഒരു പ്രയാസവുമില്ല. റഹ്മാനായ റബ്ബ് എല്ലാ ദുരന്തങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജീവിതം എന്ന് പറയുന്നത് അതാണ്. ഒഴുകുന്ന വെള്ളത്തിന്റെ ഉപരിതലത്തിലുള്ള വായു കുമിള പോലെ എപ്പോഴും പൊട്ടിത്തകർന്നു പോകാവുന്നത്. അതുകൊണ്ട് ഏത് ഇരുത്തവും അവസാനത്തെ ഇരുത്തമാകാം, ഏത് ഉറക്കവും അവസാനത്തെ ഉറക്കമാകാം, ഏത് ഭക്ഷണവും അവസാനത്തെ ഭക്ഷണമാകാം, ഏത് യാത്രയും അവസാനത്തെ യാത്രയാകാം എന്ന ഓർമ്മ മനസ്സിൽ കാത്തു സൂക്ഷിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസിയായി മാറുന്നത്. ചരിത്രത്തിലെ ഒരു സംഭവം രേഖപ്പെടുത്തപ്പെട്ട് നമുക്ക് കാണാം. മഹാനായ സ്വഹാബി ഉബൈദത്തുല്ലാഹ് ഇബ്നു ജർഹമി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഞാൻ ഒരിക്കൽ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്ന് അദ്ദേഹത്തെ സന്ദർശിക്കാൻ. അങ്ങനെ സംസാരമധ്യേ എന്നോട് പറഞ്ഞു, താങ്കളുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു കാര്യമൊന്നും പറഞ്ഞത്. അങ്ങനെയാണല്ലോ നമ്മൾ ഹൃദയവികാരങ്ങൾ പങ്കിടുമ്പോൾ ജീവിതത്തിൽ ഓർമ്മിക്കപ്പെട്ട സംഭവങ്ങളൊക്കെ എടുത്തു പറയുമ്പോൾ അത് ഓരോ നിമിഷമാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കാത്ത ഒരു സംഭവം. ഞങ്ങളുടെ നാട്ടിലേക്ക് ദൂരദിക്കിൽ നിന്ന് ഇവിടെ നിന്ന് ഒരാൾ വന്നു. ഞങ്ങളുടെ നാട്ടിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. സ്വാഭാവികമായി അന്നത്തെ സാഹചര്യം നമുക്കറിയാം. ഇപ്പോഴാണെങ്കിൽ ഒരു അപരിചിതമായ ഒരു മയ്യത്ത്, അതിനെ ദിവസം കാത്തു സൂക്ഷിക്കാൻ സംവിധാനമുണ്ട്, വിവരങ്ങൾ അറിയിക്കാൻ സംവിധാനമുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് ആ മനുഷ്യന്റെ മയ്യത്ത് അവർ പെട്ടെന്ന് മറമാടുകയാണ്. മറമാടുന്ന സന്ദർഭം ഉബൈദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയാണ്, എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി. കാരണം ഇദ്ദേഹം എഴുത്തുകാരനാണെന്ന് അറിയില്ല. ഇദ്ദേഹം മരിച്ച കാര്യം ഇദ്ദേഹത്തിന്റെ ഭാര്യക്കോ മക്കൾക്കോ കുടുംബത്തിനോ അറിയില്ല. തികച്ചും അപരിചിതനായ ഒരു മനുഷ്യന്റെ മയ്യത്ത് മറവ് ചെയ്യാണ്. അപ്പൊ എൻ്റെ വായിൽ നിന്ന് ഒരു കവിത വന്നു. എന്താ കവിത? യബ്കിൽ ഗരീബു അലൈഹി ലൈസ യഅരിഫുഹു. ഇതാ ജനങ്ങൾ അവർക്ക് പരിചയമില്ലാത്ത ഒരാളെ ഓർത്ത് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഈ മയ്യത്ത് കണ്ടുതാ ഞങ്ങളൊക്കെ കരയാണ്. എന്നാൽ ആ മരിച്ച മനുഷ്യന്റെ കുടുംബക്കാരാകട്ടെ വിവരമൊന്നും അറിയാതെ സന്തോഷിച്ചു കൊണ്ടിരിക്കുകയാണ്, ആനന്ദത്തിലാണ് ഉള്ളത്. ഈ കവിത ഞാനിങ്ങനെ പാടിയപ്പോൾ ഒരാൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു,
ഈ കവിത ആരാണ് എഴുതിയത് എന്നറിയാമോ? ഇല്ല. ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ കവിതയാണ്. ഇതാണ് ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ മറമാടപ്പെടുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ കുടുംബം പോലും നമ്മുടെ മരണത്തെക്കുറിച്ച് അറിയാത്ത വിധത്തിൽ നമ്മുടെ അന്ത്യം സംഭവിക്കാനൊക്കെ സാധ്യതയുണ്ട്. ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് ലഹരിയുടെ പിൻബലത്തോടെ, ആഘോഷത്തിന്റെ പിൻബലത്തോടെ മറിച്ചിടേണ്ടുന്ന ഒന്നല്ല പുതിയ കലണ്ടർ എന്ന് പറയുന്നത്. മറിച്ച് ഗൗരവപരമായ ചില ചിന്തകൾ, ചില ഓർമ്മകൾ മനസ്സിൽ കാത്തു സൂക്ഷിക്കേണ്ടതാണ് ഒരു പുതുയുഗത്തിന്റെ വരവ് എന്നുള്ളത്. നമ്മൾ ആലോചിച്ച് നോക്ക്, നമ്മുടെയൊക്കെ യാത്രയ്ക്ക് 2 ഘട്ടങ്ങളുണ്ട്. ഒന്ന് ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്ര, 2 തിരിച്ചു വീട്ടിലേക്കുള്ള മടക്കയാത്ര. ഈ 2 യാത്രകളും തിരിച്ചും വ്യത്യസ്തമാണ്. ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്രയിൽ നമുക്ക് ആ ലക്ഷ്യം നേടാനുള്ള ധൃതിയാണ് ഉണ്ടാകുന്നതെങ്കിൽ മടക്കയാത്രയിൽ നമുക്ക് വീടെത്തിച്ചേരാനുള്ള ധൃതിയാണ് ഉണ്ടാവുക. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി തിരുവനന്തപുരത്ത് പോയി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി അങ്ങനെ വണ്ടി ഓടിച്ചോ അല്ലെങ്കിൽ നടന്നോ പോരുന്ന സമയത്ത് ഒരു സുഹൃത്ത് വഴിയിൽ കണ്ട് നമ്മളോട് പറയാം, ഒരു ചായ കുടിക്കില്ലെന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഞാൻ യാത്ര കഴിഞ്ഞവരാണ്, വീട്ടിലേക്കാണ് പോകും, ഇപ്പൊ ചായ വേണ്ട. ഒരു സുഹൃത്ത് നമ്മളോട് പറഞ്ഞു, ഷർട്ടിന്റെ ബാക്കിൽ ചളിയുണ്ടല്ലോ, സാരല്ല, യാത്ര കഴിഞ്ഞു വരികയാണ്, വീട്ടിലേക്കാണ് പോകും. ഒരു യാത്രയുടെ മടക്കയാത്രയിൽ വീടെത്താൻ ധൃതി കാണിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. നമുക്കറിയാം അങ്ങനെയാണ്, എത്രയും വേഗം വീട്ടിലെത്തണം. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതമാകുന്ന യാത്രയെ നമ്മൾ ഇതുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 ഇല 70. എൻ്റെ ഉമ്മത്തിന്റെ പ്രായം 60നും 70നും ഇടയിലാണ്. ശരാശരി എൻ്റെ ഉമ്മത്തിന്റെ പ്രായം 60നും 70നും ഇടയിലാണ്. അപ്പൊ 70 കണക്ക് കൂട്ടിയാൽ അതിന്റെ പകുതി എത്ര? 35ആണ്. അപ്പൊ 35 കഴിഞ്ഞാൽ നമ്മൾ മടക്കയാത്രയിലാണ് തീർച്ചയായും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ഒരു കണക്കൊന്നുമില്ല ആയുസിനേക്കാൾ. പക്ഷെ ശരാശരി നമ്മൾ നോക്കുമ്പോൾ, ശരാശരിയുടെ തോത് വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ എവിടെയാണത്? ജീവിതത്തിന്റെ മടക്കയാത്രയിലാണ്. ആ മടക്കയാത്രയിൽ തിരിച്ച് ദാറുസ്സലാം, എന്റെ മടക്കയാത്രയിൽ എനിക്ക് എത്തിച്ചേരാനുള്ള വീട്ടിലേക്ക് എത്ര എന്ന ധൃതി, ഭൗതിക ലോകത്തെ യാത്രയിലെ റിട്ടേണിങ് ആ ജേണിയിൽ നമ്മൾ വീട്ടിലെത്താൻ കാണിക്കുന്ന ധൃതി പോലെ നമ്മുടെ ജീവിതയാത്രയുടെ അന്ത്യമായ പരലോകത്തിലേക്ക്, അത് ദാറുസ്സലാമിലേക്ക്, സമാധാനത്തിന്റെ ഭവനമായ സ്വർഗത്തിലേക്കാകണം എന്ന ഉദ്ദേശത്തോടു കൂടി ധൃതിപ്പെടാൻ, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നാം ചിന്തിക്കേണ്ടുന്ന വിഷയമാണ്. നമുക്കൊക്കെ പരിചയമുള്ള സൂറത്തുൽ ലുഖ്മാൻ 34-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിച്ചല്ലോ, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ് സാഅ. അന്ത്യനാളിനെ സംബന്ധിച്ച അറിവ് റബ്ബിന്റെ അടുക്കൽ മാത്രമാണ്. വയുനസ്സിലുൽ ഗൈസ്, അതുപോലെ മഴ വർഷിപ്പിക്കുന്നതും അല്ലാഹുവാണ്. വയഅലമു മാ ഫിൽ അർഹാം, ഗർഭാശയത്തിലുള്ള വസ്തുക്കളെ കുറിച്ച് അറിയുന്നവനും റബ്ബാണ്. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. നാളെ എന്ത് സംഭവിക്കുമെന്ന് ഒരു ആത്മാവും അറിയുന്നില്ല, എവിടെ വെച്ച് മരിക്കുമെന്നും ഒരാളും അറിയുന്നില്ല. 2024 എത്ര പേർ നമ്മെ വിട്ടുപിരിഞ്ഞു. 2025 അതിന്റെ അവസാനത്തിന് സാക്ഷിയാകാൻ നമുക്ക് സാധിക്കുമെന്ന് എന്ത് ഉറപ്പാണുള്ളത്? അതുകൊണ്ട് അല്ലാഹു നമ്മളോട് പറഞ്ഞു, 2 കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം 2 ലോകവും പ്രധാനമാണ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന, ഈ ദുനിയാവിൽ നീ എനിക്ക് നന്മ നൽകണമേ എന്നാണ് അവന്റെ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം. അതുകൊണ്ട് ദുനിയാവ് ഏറ്റവും നന്നായി തീരണം. അതിന് ഞാൻ എന്ത് വേണം? കാശുണ്ടാക്കണം, ഹലാലായ മാർഗത്തിലൂടെ ബിസിനസ് ചെയ്തും നല്ല ജോലി നേടിയുമൊക്കെ. എൻ്റെ മക്കൾക്കും ഞാൻ നല്ല വിദ്യാഭ്യാസം നൽകണം, നല്ല പ്രൊഫൈൽ അവർക്ക് ഉണ്ടാകണം, ഭൗതിക ലോകത്ത് ഏറ്റവും ഉയർന്ന അവസ്ഥയിലെത്തണം. പക്ഷെ അതോടൊപ്പം വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ, പരലോകത്തിലും നീ എനിക്ക് നന്മ നൽകണമേ. എൻ്റെ ഏറ്റവും പ്രധാന ആവശ്യം നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്യണം എന്നുള്ളതാണ്. ഈ 2 ലോകവും സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗഹനമായ ഒരു ഹദീസിലൂടെ അതൊന്നുകൂടി വിശദീകരിച്ച് പഠിപ്പിച്ചു തന്നു. നീ എന്നെന്നും ഈ ലോകത്ത് ജീവിക്കും എന്ന പോലെ ദുനിയാവിന് വേണ്ടി നീ സമ്പാദിക്കണം. നാളെ മരിച്ചു പോകാനുള്ളവനാണ് എന്ന ചിന്തയോടെ ആഖിറത്തിന് വേണ്ടി നീ പണിയെടുക്കുകയും ചെയ്യണം. ഇത് 2
ഒരേപോലെ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. മഹാനായ മൂസാ അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ധനികനായ ഒരു മനുഷ്യന്റെ സംഭവം പഠിപ്പിക്കുന്നിടത്ത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു കാര്യം പ്രത്യേകിച്ച് പഠിപ്പിച്ചതായി നമുക്ക് കാണാം. ഖാറൂൻ എന്ന ധനികൻ, ഇന്ന മഫാത്തിഹു, അവന്റെ താക്കോൽ കൂട്ടങ്ങൾ, അത് ചുമക്കാൻ കുതിരക്കൂട്ടങ്ങൾ വേണ്ടിയിരുന്നു. കുതിരക്കൂട്ടങ്ങൾക്ക് ചുമക്കാൻ മാത്രമുള്ള താക്കോലുകളുടെ ഉടമയായിരുന്ന ഖാറൂൻ. അവന്റെ അവസ്ഥ കണ്ടപ്പോ ആളുകൾ പറഞ്ഞു ഖാറൂൻ എത്ര ഭാഗ്യവാനാണ് എന്നുള്ളത്. പക്ഷെ അവസാനം അവന്റെ അഹങ്കാരത്തിന്റെ ശിക്ഷ എന്നോണം അള്ളാഹു ഭൂമിയിലേക്ക് താഴ്ത്തിക്കളഞ്ഞു. ഈ കാര്യം പറഞ്ഞിട്ട് എന്നെയും നിങ്ങളെയും അള്ളാഹു ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നിനക്ക് നൽകിയത് കൊണ്ട് നീ പരലോകത്തെ തേടണം, പരലോകത്തെ പ്രതീക്ഷിക്കണം. റബ്ബ് തന്ന സമ്പത്ത്, റബ്ബ് തന്ന ആരോഗ്യം, റബ്ബ് തന്ന സമയം, റബ്ബ് തന്ന ജീവിത വിഭവങ്ങൾ, ഇത് പരലോകം നേടാൻ ഉപയോഗപ്പെടുത്തണം. എന്നാൽ അതോടൊപ്പം ദുനിയാവിലെ നിന്റെ വിഹിതം, നിന്റെ ബാധ്യത, അത് നീ മറന്നു പോകാനും പാടില്ല. അള്ളാഹു നിനക്ക് എത്രമാത്രം നന്മ ചെയ്തിട്ടുണ്ട്, അതുപോലെ തിരിച്ച് നീയും നിന്റെ റബ്ബിന് നന്മ ചെയ്യണം. ഈ ഭൂമിയിൽ നീ ഒരിക്കലും കുഴപ്പത്തിന് വേണ്ടി ശ്രമിക്കരുത്. നന്മയുടെ അടയാളപ്പെടുത്തലുകൾക്ക് വേണ്ടിയാകണം ജീവിതത്തിൻ്റെ ഓരോ ഘട്ടവും ഞാനും നിങ്ങളുമൊക്കെ ഉപയോഗപ്പെടുത്തേണ്ടത്. ഇവിടെ ഈ ലോക ജീവിതം, നമ്മൾ ദുനിയാവിൽ ജീവിക്കുന്ന കാലഘട്ടം, മരണം വരെയുള്ള കാലഘട്ടം, അതിൽ ശാന്തിയും സമാധാനവും ഉണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ആയുസ് ഫലവത്തായിത്തീരുന്നിടത്ത് ആ ആയുസ്സിൽ മനസ്സമാധാനം ഉണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. ആ മനസ്സമാധാനത്തിന്റെ മാർഗം എന്താണ്? അത് മറ്റൊന്നുമല്ല, അത് തൗഹീദാണ്. എന്നെ സൃഷ്ടിച്ചൊരു റബ്ബുണ്ട്, എന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്താൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 7 ഉപദേശങ്ങൾ നൽകിയ കൂട്ടത്തിൽ ഗൗരവകരമായ 7 ഉപദേശങ്ങളിൽ 7ാമത്തെ ഉപദേശമായി പഠിപ്പിച്ച ഹദീസിൽ നമുക്ക് കാണാം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഫഇന്നഹു മിൻ കൻസി തഹ്തൽ അർശ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ നീ വർദ്ധിപ്പിക്കണം. കാരണം അർശിന്റെ താഴെയുള്ള നിധികളിൽ ഏറ്റവും വിലപിടിച്ചതാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന വാക്ക്. സ്ഥിതി മാറ്റാൻ, അവസ്ഥക്ക് മാറ്റം വരുത്താൻ റബ്ബിനല്ലാതെ കഴിയില്ല. ശക്തിയും റബ്ബിനല്ലാതെ മറ്റാർക്കുമില്ല. അതാണ് അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത. അല്ലാഹുവേ, നീ നൽകിയ ഒന്നിനെ തടയുന്ന ഒരാളുമില്ല, തടഞ്ഞ ഒന്നിനെ നൽകാൻ സാധിക്കുന്ന ഒരാളുമില്ല. പടച്ചോൻ തീരുമാനിച്ചതിനപ്പുറം എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് എൻ്റെ റബ്ബാണ്. അതുകൊണ്ട് ആ റബ്ബിലുള്ള അടിയുറച്ച വിശ്വാസമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും നൽകുന്നത്. അതിനോളം തുല്യമായ ശാന്തി നൽകാൻ സാധിക്കുന്ന മറ്റൊന്നുമില്ല. പക്ഷെ അത് പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹു നമ്മളോട് പ്രത്യേകിച്ച് പറഞ്ഞു, നിങ്ങൾ ഈ ഈമാനിന്റെ കൂടെ ഒരിക്കലും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല? അതിൽ ഒരിക്കലും ദുൽമ് കലർത്താൻ പാടില്ല. ഏതാണ് ആ ദുൽമ്? അത് ശിർക്കാണ്. അപ്പൊ ശിർക്ക് ജീവിതത്തിൽ സംഭവിക്കാതെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. അവിടെ ഇബ്രാഹിം അലൈഹിസ്സലാം നടത്തുന്ന പ്രാർത്ഥനയിൽ, സൂറത്ത് അംബിയായിൽ, അതുപോലെ തന്നെ സൂറത്ത് ഇബ്രാഹിമിലൊക്കെ നമുക്ക് കാണാം. പ്രത്യേകിച്ച് സൂറത്ത് ഇബ്രാഹിമിൽ 14-ാമത്തെ അധ്യായം 35 മുതലുള്ള ആയത്തുകളിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന നമുക്ക് കാണാം. ഓരോ വിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ അതിപ്രധാനമായ പ്രായോഗികമായ കാര്യങ്ങളാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദുആയിൽ പ്രധാനമായി 14-ാമത്തെ അധ്യായം 35-ാമത്തെ ആയത്തിൽ റബ്ബിനോട് അദ്ദേഹം ആവശ്യപ്പെടുന്നതാണ്, വഇദ് ഖാല ഇബ്രാഹിമു റബ്ബിജ്അൽ ഹാദൽ ബലദ ആമിന വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. ഇബ്രാഹിം അലൈഹിസ്സലാം റബ്ബിനോട് പ്രാർത്ഥിച്ച സന്ദർഭം, റബ്ബിജ്അൽ ഹാദൽ ബലദ ആമിന, ഈ നാടിനെ നീ സുരക്ഷിതത്വമുള്ളതാക്കണമേ, വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, എന്നെയും എൻ്റെ സന്തതികളെയും ബിംബങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് നീ അകറ്റണം. 2 കാര്യങ്ങൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും.
ഒന്ന്, എന്നെ മാത്രമല്ല എന്റെ സന്തതി പരമ്പരയെയും ഷിർക്കിൽ നിന്ന്, ബിംബാരാധനയിൽ നിന്ന് അകറ്റണമേ, അഥവാ തൗഹീദിൽ അടിയുറപ്പിച്ച് നിർത്തണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. വ്യക്തി ജീവിതത്തിന്റെ ഉയർച്ച, വിജയം, പുരോഗതി അത് തൗഹീദിൽ അധിഷ്ഠിതമാണ്. അതിന്റെ കൂടെ പറഞ്ഞ കാര്യം എന്താണ്? റബ്ബിജൽ ഹാദൽ ബലദ ആമിന എന്നാണ്. ഈ നാടിനെ നീ സുരക്ഷിതത്വമുള്ളതാക്കി മാറ്റണമേ എന്നതാണ്. തൗഹീദ് ആന്തരികമായ സുരക്ഷിതത്വം നമുക്ക് നൽകുന്നുവെങ്കിൽ അതോടൊപ്പം തന്നെ നമ്മൾ ജീവിക്കുന്ന നാടിന്റെ സാമൂഹികമായ സുരക്ഷിതത്വവും ഏറെ പ്രാധാന്യമുള്ളതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുടെ ഫലമെന്നോളം ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് പോലും ആ നാടിനെ അതിന്റെ കവാടങ്ങളിൽ മലക്കുകളെ ഏർപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു കാക്കുമെന്നുള്ളതാണ്, കാത്ത് സംരക്ഷിക്കുമെന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അപ്പൊ തൗഹീദിലൂടെ ലഭിക്കുന്ന മാനസികമായ നിർവൃതിയും സമാധാനവും അതോടൊപ്പം തന്നെ നാട്ടിലെ സുരക്ഷിതമായ അവസ്ഥ. 37-ാമത്തെ ആയത്തിൽ എന്താ പ്രാർത്ഥിക്കുന്നത്? റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയ്യതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാത്ത് ഫജ്അൽ അഫ്ഇദതൻ മിനൻ നാസി തഹ്വി ഇലൈഹിം വർസുഖ്ഹും മിനസ് സമറാത്തി ലഅല്ലഹും യശ്കുറൂൻ. എൻ്റെ റബ്ബേ, യാതൊരു പച്ചപ്പുമില്ലാത്ത, ഒരു കൃഷിയുമില്ലാത്ത ഈ താഴ്വാരത്തിൽ ഇതാ എൻ്റെ സന്തതിയെ ഞാൻ വിട്ടേച്ചു പോവുകയാണ്. ഇസ്മായിൽ അലൈഹി സ്വലാമിനെ അവിടെ വിട്ടേച്ചു പോയിക്കൊണ്ട് നടത്തിയ പ്രാർത്ഥനയാണ്. എന്തിനു വേണ്ടി? റബ്ബനാ ലിയുഖീമുസ് സ്വലാ, അവർ ആരാധന, നമസ്കാരം നിർവഹിക്കുന്നവരാകാൻ. അതുകൊണ്ട് അതൊരു വലിയ ചരിത്രമാണ്. ആളുകളുടെ ഹൃദയം നീ ഇവരോട് ചായ്വുള്ളതാക്കി മാറ്റണമേ എന്ന് പറഞ്ഞിട്ട് കായ്കനികളിൽ നിന്ന് നീ അവർക്ക് ഭക്ഷണം നൽകണമേ. ജീവസന്ധാരണത്തിന് വേണ്ടിയുള്ള ഫലസമൃദ്ധി അനിവാര്യമായ മറ്റൊന്നാണ്. കാർഷിക വിഭവങ്ങൾ ഉണ്ടാകണം, ജീവിതത്തിനുള്ള ഭക്ഷണത്തിനുള്ള മാർഗമുണ്ടാകണം. രണ്ടാമത്തെ കാര്യമായിട്ട് ഇബ്രാഹിം നബി അക്കാര്യമാണ് പ്രാർത്ഥിക്കുന്നത്. 40-ാമത്തെ ആയത്തിലോ റബ്ബി ജഅൽനി മുഖീമസ്സലാത്ത് വമിൻ ദുർരിയ്യതി, അല്ലാഹുവേ എന്നെയും എൻ്റെ സന്തതികളെയും നീ നമസ്കാരം നിർവഹിക്കുന്നവരാക്കി മാറ്റണമേ. റബ്ബനാ വതഖബ്ബൽ ദുആ, ഞങ്ങളുടെ നാഥ നീ പ്രാർത്ഥന സ്വീകരിക്കണമേ. അപ്പൊ അമ്ന്, തൗഹീദിലൂടെയുള്ള അമ്ന് ഉണ്ടാകണമെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഭക്ഷണത്തിനുള്ള സുഭിക്ഷമായ അവസ്ഥ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചു. അതോടൊപ്പം എന്നെയും മക്കളെയും ഇബാദത്തിൽ കൃത്യതയുള്ള, നിന്നോടുള്ള ആരാധന കൃത്യമായി നിർവഹിക്കുന്നവരാകണം എന്ന് പ്രാർത്ഥിച്ചു. ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും ഭാര്യ ഹാജറിനെയും വിട്ടേച്ചു പോകുമ്പോൾ നടത്തുന്ന ഈ ദുആയിൽ ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അതിപ്രധാനമായ ഈ വിഷയങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത്. അപ്പൊ നമ്മുടെ ജീവിതം അള്ളാഹു നീട്ടി തന്നുവെങ്കിൽ അത് ഫലവത്താകണമെങ്കിൽ ഈ വിഷയങ്ങൾ അതിപ്രധാനമാണ്. തൗഹീദിന്റെ മാധുര്യം നുകരാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ സന്തതികൾ, ഭാര്യയെ ഉൾപ്പെടെ കുടുംബത്തെ ഇബാദത്തുകളിൽ കൃത്യതയും കൈശതയും ഉള്ളവരാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. 3, ഭൗതിക ലോക ജീവിതത്തിലെ നിലനിൽപ്പിന് ആവശ്യമുള്ള വിഭവങ്ങൾ, അത് കച്ചവടത്തിലൂടെയോ സർക്കാർ ജോലിയിലൂടെയോ ഓഫീസ് ജോലിയിലൂടെ ഏതാണോ അള്ളാഹു റിസ്കിന് വേണ്ടി നൽകിയിട്ടുള്ള മാർഗം, അതിലൂടെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് നീങ്ങാനോ നമുക്ക് സാധിക്കണം. ആ തൗഹീദ് ഉൾക്കൊള്ളുന്നതിലൂടെ സത്യവിശ്വാസിയിൽ ഉണ്ടാകുന്ന അതിപ്രധാനമായ ഒരു സുരക്ഷിതത്വമുണ്ട്. ആ സുരക്ഷിതത്വം ഈ വിശ്വാസമല്ലാതെ ഒരു മുഅ്മിനിന് നൽകാൻ മറ്റൊന്നിനും സാധ്യമായി തീരുകയില്ല. ഏതാണത്? അതാണ് തവക്കുൽ എന്ന് പറയുന്നത്. ഒരു കലണ്ടർ നീക്കിയിട്ട് ജീവിതയാത്ര മുന്നോട്ട് പോകുമ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്ന തവക്കുലിനെ കൃത്യമായി ഉൾക്കൊള്ളാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടി നാം ഉൾക്കൊള്ളേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ സാധാരണ നമുക്കറിയാം, തവക്കുലിനെ കുറിച്ച് പറയുമ്പോൾ അതൊരടയാളമാണ്. സത്യത്തിൽ ഒരടയാളം മാത്രം. എന്തടയാളം? ഒരു വീട് അല്ലെങ്കിൽ ഒരു വാഹനം ആരുടേതാണ് എന്ന് തിരിച്ചറിയാനുള്ള തൂക്കിയിട്ടിരിക്കുന്ന, സ്ഥാപിച്ചിരിക്കുന്ന ഒരു ബോർഡ്, അത്ര മാത്രമേ ഉള്ളൂ. അവിടെ എഴുതി വച്ചിരിക്കുന്ന ബോർഡ് ഓം നമ ശിവായ എന്നാണ്. ശരി, ഇതൊരു ഹിന്ദുവിൻ്റെതാണ്. അവിടെ എഴുതി വെച്ചത് എന്നിൽ വിശ്വാസമർപ്പിച്ചവൻ രക്ഷ പ്രാപിച്ചു മത്തായി എന്നാണെങ്കിൽ ശരി, ക്രിസ്ത്യാനിയുടേതാണ്.
തവക്കൽതു അലല്ലാഹ്. ശരി, ഇത് മുസ്ലിമിൻ്റെതാണ്. അതിനപ്പുറം എന്താണ് തവക്കുൽ എന്നുള്ളത് ജീവിതയാത്രയിൽ ഉൾക്കൊള്ളാൻ, തവക്കുൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിന് നൽകുന്ന സുരക്ഷിതത്വവും പുരോഗതിയും വളർച്ചയും എത്രത്തോളം എന്നുള്ളത് ഉൾക്കൊള്ളാൻ സത്യത്തിൽ എനിക്കോ നിങ്ങൾക്കോ സാധിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ? ഇത് വളരെ ഗൗരവത്തോടുകൂടി ഒരു പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഈ ജീവിതയാത്രയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എത്ര ആളുകളോട് നമ്മൾ നമ്മുടെ വിഷമങ്ങൾ പങ്കിട്ടിട്ടുണ്ട്. ബിസിനസ് അത് ഇപ്പൊ ഡെഡായി കിടക്കുന്നതിനെ കുറിച്ച്, മൂവിങ് ഇല്ലാത്തതിനെ കുറിച്ച്, നമ്മുടെ മക്കളുടെ, നമ്മുടെ കുടുംബത്തിന്റെ അതിലെ അംഗങ്ങളുടെ രോഗത്തെക്കുറിച്ച്, നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പലവിധ പ്രശ്നങ്ങളെക്കുറിച്ച്, പ്രയാസങ്ങളെക്കുറിച്ച്. പക്ഷേ ഇവയ്ക്കെല്ലാം ഇടയിൽ നിന്നുകൊണ്ട് ഒരു സുരക്ഷിതത്വ ബോധം ആർജിച്ചെടുക്കാൻ സത്യത്തിൽ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് അത് സാധിക്കാതെ പോകുന്നത്? പലപ്പോഴും ഇസ്ലാം പഠിപ്പിക്കുന്ന ഈ തവക്കുലിന്റെ യഥാർത്ഥമായ ഫലസിദ്ധി എന്ത് എന്നുള്ളത് എനിക്കും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നത് കൊണ്ടാണ്. വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ ചില പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഖുർആനിലെ ഓരോ ആയത്തും ആയത്താണ്, ദൃഷ്ടാന്തമാണ്. സൂറത്ത് യൂസുഫ് നമുക്കറിയാം, 111 ആയത്ത്, 111 ദൃഷ്ടാന്തങ്ങളാണ്. സത്യത്തിൽ ഓരോ ആയത്തിലൂടെയും റബ്ബ് നമ്മുടെ മുമ്പിൽ ചിന്തിക്കാനുള്ള പാഠങ്ങളാണ് പഠിപ്പിക്കുന്നത്. അക്കൂട്ടത്തിൽ കാണാം, മകൻ യൂസുഫിനെ പൊട്ടക്കിണറ്റിൽ എറിഞ്ഞ് രക്തം പുരട്ടിയ ഉപ്പായായിട്ട് യാക്കൂബ് അലൈഹി സ്വലാമിന്റെ മുമ്പിൽ വന്നപ്പോ ആ ഉപ്പയുടെ മറുപടി എന്താ? വജാഉ അലാ ഖമീസിഹി ബിദമിൻ കദിബിൻ ഖാല ബൽ സവ്വലത് ലക്കും അൻഫുസുകും അംറ ഫസബ്റുൻ ജമീൽ വല്ലാഹുൽ മുസ്തആനു അലാ മാ തുസിഫൂൻ. കള്ളച്ചോര പുരട്ടിയ കുപ്പായായിട്ട് ഉപ്പയുടെ മുമ്പിൽ വന്നപ്പോ വൃദ്ധനായ പിതാവിന്റെ മറുപടി ഫസബ്റുൻ ജമീൽ, സുന്ദരമായ ക്ഷമ, ക്ഷമിക്കുക തന്നെ മക്കളെ. കാലം മുന്നോട്ട് നീങ്ങി. ബിന്യാമീനെ കൊട്ടാരത്തിൽ പിടിച്ചു വെക്കപ്പെട്ടു. ആ രണ്ടാമത്തെ മകനെയും നഷ്ടപ്പെട്ട വാർത്ത മക്കൾ വന്നിട്ട് പറയുമ്പോൾ 87-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. അതേ അധ്യായത്തിൽ ആ ഉപ്പയുടെ മറുപടി, വൃദ്ധനായ പിതാവിന്റെ മറുപടി, യാ ബനിയ്യ ദ്ഹബൂ ഫതഹസ്സസൂ മിൻ യൂസുഫ വഅഖി വലാ തയഅസൂ മിർ റൗഹില്ലാഹ് ഇന്നഹു ലാ യയഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. യാ ബനിയ്യ ദ്ഹബൂ, മക്കളെ പോയിക്കോളൂ. ഫതഹസ്സസൂ മിൻ യൂസുഫ വഅഖി, കൊല്ലങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയ മകനെ കുറിച്ചാണ് പറയുന്നത്. യൂസുഫിനെയും സഹോദരനെയും നിങ്ങൾ പോയി അന്വേഷിക്കൂ. വലാ തയഅസൂ മിർ റൗഹില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾ നിരാശപ്പെടരുത്. കേട്ടോ, വല്ലാത്തൊരു വാക്കാണ്. 2 മക്കളെ നഷ്ടപ്പെട്ട ബാപ്പ പറയാണ് ശേഷിക്കുന്ന മക്കളോട്, വലാ തയഅസൂ മിർ റൗഹില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾ നിരാശപ്പെടരുത് കേട്ടോ. കാരണം ഇന്നഹു ലാ യയഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, കാഫിറുകളല്ലാതെ അല്ലാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിരാശപ്പെടുകയില്ല. നിരാശ കാഫിറിന് മാത്രമേ ഉണ്ടാവുള്ളൂ, മുഅ്മിന് നിരാശയില്ല. 4 ബിസിനസ് തുടങ്ങി, ഒക്കെ പൊട്ടിയോ? നിരാശയില്ല. അള്ളാന്റെ പരീക്ഷണമാണ്. അതുകൊണ്ട് ചില പുനരാലോചന ഞാൻ നടത്തണം. എൻ്റെ സമ്പത്തിൽ ഹറാം കലർന്നിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിൽ തിന്മകൾ സംഭവിച്ചിട്ടുണ്ടോ? അള്ളാഹ് എന്നെ പരീക്ഷിക്കാൻ എന്തേ കാരണം? ഈ പരിശോധനകൾ ആവശ്യമാണ്. പക്ഷെ നിരാശ അവനുണ്ടാകില്ല. നിരാശ ഉണ്ടെങ്കിൽ ദുആ അല്ലാഹ് സ്വീകരിക്കില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, യുസ്തജാബു ലി അഹദികും ഹത്താ യഖൂൽ ഇന്നി ഖദ് ദഅഉതു വലം യുസ്തജബ ലി. നിങ്ങൾ ഓരോരുത്തരുടെയും ദുആ അല്ലാഹ് സ്വീകരിക്കുക. ഏതുവരെ? ഹത്താ യഖൂൽ ഇന്നി ഖദ് ദഅഉതു ഫലം യുസ്തജബ ലി. ഞാൻ പടച്ചവനോട് കുറെ പ്രാർത്ഥിച്ചു, എനിക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് പറയുന്നവൻ പറയേണ്ടതില്ല. മനസ്സിലെ ചിന്ത വന്നാൽ എത്ര കാലമായി കഠിനമായി അധ്വാനിക്കും, എത്രമാത്രം ഇതിനു വേണ്ടി പരിശ്രമിച്ചു, കാര്യം നേടാൻ സാധിച്ചില്ലല്ലോ. ഈ നിരാശ ജീവിതത്തിൽ വന്നാൽ അള്ളാഹു പരിഗണിക്കില്ല എന്ന് റബ്ബ് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുവാണ്. യാക്കൂബ് അലൈഹിസ്സലാം നൽകുന്ന മറുപടിയാണ്, ഇന്നഹു ലാ യയഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, കാഫിറുകൾ മാത്രമേ അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിരാശപ്പെടുകയുള്ളൂ. അപ്പൊ നിരാശയില്ലാത്ത പ്രത്യാശയുള്ള ഒരു ജീവിതം, അത് മാത്രമാണ് ജീവിത വിജയത്തിന്റെ ആധാരം. നിരാശപ്പെടുന്നവർ മൂലക്കിരിക്കേണ്ട ഒരു സംശയമില്ല. എപ്പോഴും അള്ളാഹുവിൽ പ്രതീക്ഷ. അതുകൊണ്ടാണ് പ്രവാചകന്മാരുടെ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞിടത്ത് അള്ളാഹു 2 കാര്യം പ്രത്യേകം എണ്ണി പറഞ്ഞു. അവർ പ്രാർത്ഥിക്കുമ്പോൾ അതിന് 2 ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഒന്ന് ഭയം, റബ്ബിനെ കുറിച്ചുള്ള പേടി, എന്തായിരിക്കും നാളെ എന്റെ അവസ്ഥ എന്ന ഭയം. അതോടൊപ്പം പ്രതീക്ഷ, അള്ളാഹു കാരുണ്യവാനാണ്,
അള്ളാഹു സ്നേഹമുള്ളവനാണ്, അള്ളാഹു വലിയുള്ളവനാണ്. എന്നെ എൻ്റെ റബ്ബ് കൈവിടില്ല, എന്നെ എൻ്റെ റബ്ബ് സഹായിക്കും. ഈ പ്രതീക്ഷയും അതോടൊപ്പം അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ചുള്ള ഭയവും, ഇത് രണ്ടുമാകണം ഒരു വിശ്വാസിക്ക് അവരുടെ മുന്നോട്ടുള്ള ജീവിത യാത്രയിൽ പ്രചോദനമാകേണ്ടത് എന്നതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. അതോടൊപ്പം തന്നെ ഒരൊറ്റ ചരിത്രം കൂടി ഞാൻ സൂചിപ്പിക്കാം. മഹാനായ യൂനുസ് അലൈഹിസ്സലാം നമുക്കറിയാവുന്ന കാര്യമാണ്. റബ്ബ് എന്നെ കൈവിടുകയില്ല എന്ന അടിയുറച്ച വിശ്വാസം. അള്ളാഹു എന്നെ സഹായിക്കാൻ തീരുമാനിച്ചാൽ ലോകത്തൊരാൾക്കും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നതിന്റെ ഖുർആൻ പഠിപ്പിക്കുന്ന നിരവധി സംഭവങ്ങളിൽ ഒന്നാണ് മഹാനായ യൂനുസ് അലൈഹിസ്സലാമിന്റെ സംഭവം. വദന്നൂൻ ഇദ് ദഹറ ഗാദിബൻ വظن أن لن نقدر عليه ونادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. ദന്നൂൻ എന്നാണ് അള്ളാഹു ഉപയോഗിച്ചത്, മത്സ്യക്കാരൻ എന്നാണ്. കാരണം ആ സംഭവം മത്സ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമുക്കറിയാവുന്ന ചരിത്രമാണ്. കടലിൽ വെച്ച് മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങിയ സന്ദർഭം ആ ആയത്തിന്റെ തഫ്സീറിൽ നമുക്ക് കാണാം. അള്ളാഹു ആ മത്സ്യത്തോട് കൽപ്പിച്ചു, യൂനുസിനെ അവന്റെ അസ്ഥികളെ പൊടിക്കരുത്, അവനെ ദഹിപ്പിക്കരുത് എന്ന്. ആ മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ട സന്ദർഭം റബ്ബിനെ പ്രകീർത്തിക്കുകയാണ്, തസ്ബീഹ് ചൊല്ലുകയാണ്. ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അത് സുദീർഘമായി രേഖപ്പെടുത്തുന്നുണ്ട്. ആ സന്ദർഭത്തിൽ വാനലോകത്തുള്ള മലക്കുകൾ പറയാം, ഭൂമിയുടെ ഏതോ ഒരു കോണിൽ നിന്ന് റബ്ബെ നിനക്കുള്ള ഒരു തസ്ബീഹ് കേൾക്കുന്നുണ്ടല്ലോ. എവിടുന്നാന്ന് മനസ്സിലാകുന്നില്ല. അള്ളാഹു മലക്കുകളെ അറിയിച്ചു, അത് മത്സ്യത്തിന്റെ വയറ്റിൽ ആ സമുദ്രത്തിന്റെ അഗാധതയിൽ വെച്ച് എന്റെ അടിമ യൂനുസ് എനിക്ക് നൽകുന്ന തസ്ബീഹാണ് എന്ന്. എന്നിട്ട് അദ്ദേഹം സുജൂദിൽ കിടക്കുന്നു. ആ സുജൂദിൽ വെച്ച് അള്ളാഹുവോട് പറയുന്ന ഒരു വാക്ക്, റബ്ബേ, ലോകത്തിന്നേ വരെ ഒരാളും നിനക്ക് സുജൂദ് ചെയ്തിട്ടില്ലാത്ത ഒരു സ്ഥലത്താണ് നിന്റെ ഈ അടിമ സുജൂദ് ചെയ്തിരിക്കുന്നത്. എത്ര അർത്ഥവത്താണ് വാക്ക്. ഒരു മത്സ്യത്തിന്റെ വയറ്, അവിടെ ഒരു സുജൂദ് അതിന്റെ മുമ്പും നടന്നിട്ടില്ല, ശേഷവും നടന്നിട്ടില്ല. ലോകത്തൊരാളും സുജൂദ് ചെയ്യാത്ത സ്ഥലത്ത്. എന്നിട്ട് പറയുന്ന വാക്കെന്താണ്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. നീ അല്ലാതെ മറ്റൊരു ഇലാഹില്ല, നീ പരിശുദ്ധനാണ്, ഞാൻ അക്രമികളിൽ പെട്ടുപോയി. ഈ ആയത്ത് പഠിപ്പിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്, ഒരു പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോ ഈ ദുആ നടത്തിയാൽ അല്ലാഹു അവനെ സഹായിക്കും. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. നീ അല്ലാതെ ഇലാഹില്ല, നീ പരിശുദ്ധനാണ്, ഞാൻ അക്രമികളിൽ പെട്ടുപോയി. സ്വന്തത്തെ കുറിച്ചുള്ള ചിന്തയോടെ, അള്ളാഹുവിന്റെ മഹത്വത്തെ കുറിച്ചുള്ള ഓർമ്മയോടെ, പശ്ചാത്താപ ബോധത്തോടെ നമ്മുടെ മനസ്സിൽ നിന്ന് ഉയരേണ്ടുന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് മുന്നോട്ടുള്ള ഈ ജീവിതയാത്രയിൽ ദുനിയാവിന് വേണ്ടിയുള്ള ഓട്ടം, നമ്മൾ ഒരു കാര്യത്തെ, ഒരു ദീനുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ അത് ചെയ്യാൻ കഴിയാതെ പോകുമ്പോൾ കാരണങ്ങൾ നമുക്ക് പറയാനുണ്ടാകും. ആ കാരണങ്ങൾ 8 കാര്യങ്ങളാണ് പ്രധാനമായി ഉള്ളത്. ആ 8 കാരണത്തിനപ്പുറം ഒന്നും പറയാനുണ്ടാകില്ല. പക്ഷെ സൂറത്തു തൗബയിൽ അല്ലാഹ് ഈ 8 കാരണങ്ങൾ എടുത്തു പറഞ്ഞ് നമ്മളോട് ഒരു കാര്യം പറയുന്നുണ്ട്. ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഅസ്വാജുകും വഇഖ്വാനുകും വഅശീറതുകും വഅംവാലു തറഫ്തുമുഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിന തർളൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരി. നഊദു ബില്ലാഹ്. നിങ്ങളുടെ ഉപ്പമാർ, അബാഉകും വഅബ്നാഉകും. കാരണം എന്താ പറയാനുള്ളത്? ബാപ്പയായിട്ട് ബന്ധപ്പെട്ട ഒരു കാരണമാണ്. എന്റെ ഖുർആൻ ക്ലാസ്സിൽ വന്നില്ല, പിതാവുമായി ബന്ധപ്പെട്ട ഒരു കാരണം, അല്ലെങ്കിൽ മക്കളുമായി ബന്ധപ്പെട്ട്, വഅസ്വാജുക അല്ലെ ഭാര്യയുമായി ബന്ധപ്പെട്ട്, വഇഖ്വാനുക അല്ലെങ്കിൽ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട്, വഅശീറത്തുക അല്ലെ അടുത്ത ബന്ധുക്കളുമായി ബന്ധപ്പെട്ട്. 5 എണ്ണമായല്ലോ. പിന്നെ വഅംവാലിൻ തറഫ്തുമുഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിൻ തർളൗനഹാ. വീട്, അതുപോലെ തന്നെ സമ്പത്ത്, കച്ചവടം. ഈ 8 കാര്യം എണ്ണി പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു, ഇത് അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും നിങ്ങൾക്ക് പ്രാമുഖ്യമുള്ളതായി മാറുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പന, അവന്റെ ശിക്ഷ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളൂ എന്നാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിൽ സ്നേഹിക്കേണ്ടുന്ന 8 കാര്യങ്ങളാണ്. ബാപ്പയോട് അതിയായ സ്നേഹം ഉണ്ടാകണം, മക്കളോട് സ്നേഹം ഉണ്ടാകണം, ഭാര്യയോട് സ്നേഹം ഉണ്ടാകണം, സഹോദരനോട് സ്നേഹം ഉണ്ടാകണം, ബന്ധുക്കളോട് സ്നേഹം ഉണ്ടാകണം.
കച്ചവടത്തെ സ്നേഹിക്കണം, സമ്പത്തിനെ സ്നേഹിക്കണം, വീടിനെ സ്നേഹിക്കണം. പക്ഷെ ഈ സ്നേഹം അള്ളാഹുവിനോടുള്ള സ്നേഹത്തെക്കാളും റസൂലിനോടുള്ള സ്നേഹത്തെക്കാളും വലുതായി മാറുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളൂ എന്നാണ്. ജീവിതയാത്രയിൽ ഈ ആത്മപരിശോധന എപ്പോഴും നമ്മിൽ ഉണ്ടാകണം. ഞാൻ എൻ്റെ മീറ്റിംഗിൽ, എൻ്റെ ക്യാമ്പിൽ പങ്കെടുക്കാതിരിക്കാനുള്ള കാരണം പറയുമ്പോൾ ഈ 8-ൽ ഏതെങ്കിലും ഒന്ന് എനിക്ക് പറയാറുണ്ടോ? ഇല്ല എന്നതാണ്. അതുകൊണ്ട് ശ്രദ്ധയുണ്ടാകണം. അവിടെ നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു കാര്യം ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മാലി വലിദ്ദുനിയ വമാ അനാ വദ്ദുനിയ ഇന്നമാ മസലി വമസലു ദുനിയ കറാകിബിൻ ഇസ്തവല്ല തഹ്ത ഷജറത്തിൻ സുമ റാഹ വതറക. ഞാൻ എൻ്റെ ദുനിയാവെന്ന് ഇങ്ങനെ പറയുന്നത്, പക്ഷേ ഞാനും ദുനിയാവും തമ്മിൽ എന്ത് ബന്ധം? തീർച്ചയായും ദുനിയാവും ഞാനും തമ്മിലുള്ള ബന്ധം ഒരു മരത്തണലിൽ തണലേറ്റ ഒരു മനുഷ്യനെ പോലെയാണ്. കുറച്ചു നേരം തണലത്ത് അയാൾ നിന്നു, പിന്നെ അയാൾ പോയി. ആ മരവും മനുഷ്യന് തമ്മിൽ എന്ത് ബന്ധമാണോ? ഒന്നുമില്ല. കുറച്ചു നേരം ആ മരത്തിന്റെ തണലിൽ അയാൾ നിന്നു. വീട്ടിൽ ഉമ്മയുടെ ഒരു കുഞ്ഞായി നമ്മൾ ജനിച്ചു വളർന്നു. ഈ ലോകത്ത് ഒരു മരത്തണലിൽ, യാത്രക്കിടയിൽ ഒരു മരത്തണലിൽ വിശ്രമിക്കുന്ന ഒരു യാത്രജ്ഞനെ പോലെ 30 കൊല്ലം, 40 കൊല്ലം, 50 കൊല്ലം, 60 കൊല്ലം ഒരിടത്താവളത്തിൽ നമ്മളിവിടെ കഴിഞ്ഞു. ഈ ദുനിയാവും നമ്മൾ തമ്മിൽ എന്ത് ബന്ധം? കാരണം ഈ ശ്വാസം നിലച്ചാൽ ഇതുവരെ സമ്പാദിച്ച ബാങ്ക് അക്കൗണ്ട് അത് തങ്ങളുടെ പേരിലേക്ക് മാറിക്കിട്ടാൻ ഡെത്ത് സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയുമായിട്ട് നാളെ മക്കൾ ചൊല്ലും. എന്റേത് എന്ന് പറഞ്ഞ് സക്കാത്ത് കൊടുക്കാതെ പിടിച്ചു വെച്ച സമ്പത്ത് എന്റേത് എന്ന് പറഞ്ഞ് മക്കൾ പരസ്പരം മത്സരിച്ചു കൊണ്ടേയിരിക്കും. അത്രേ ആയുസുള്ളൂ, ശ്വാസം നിലക്കുന്നവരേക്കും മാത്രം. അതുകൊണ്ട് മരത്തണലിൽ യാത്രികനായി യാത്ര പോകുന്നതിനിടയിൽ വിശ്രമിച്ചാൽ ആ യാത്രികനും മരത്തണലും തമ്മിലുള്ള ബന്ധം മാത്രമേ ഈ ദുനിയാവും നിങ്ങളും തമ്മിലുള്ളൂ എന്നുള്ളത് ജീവിതയാത്രയിൽ മനസ്സിലാക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ദുനിയാവിനോടുള്ള പ്രേമം മൂത്തിട്ട് ആഖിറത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, ഈ ദുനിയാവിന്റെ നിസ്സാരത ബോധ്യപ്പെടുത്താൻ മറ്റൊരിക്കൽ അവിടുന്ന് പറഞ്ഞു, സഹ്ലു ബിൻ സഅദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ, ലൗ കാനത്തി ദുനിയ തഅദിലു ഇൻദല്ലാഹ് ജനാഹ ബഊദത്തിൻ മാ സഖാ കാഫിറൻ മിൻഹാ ശർബത മാ. സുബ്ഹാനല്ലാഹ്. ദുനിയാവിന് ഒരു കൊതുകിന്റെ ചിറകിന്റെ പരിഗണനയെങ്കിലും അള്ളാഹ് നൽകിയിരുന്നെങ്കിൽ കാഫിറിന് ഒരു ഇറക്ക് വെള്ളം കിട്ടുമായിരുന്നില്ല. ദുനിയാവിന് അള്ളാഹ് അത്ര പ്രാധാന്യം കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് റബ്ബിനെ കുറിച്ച് ലിംഗൻ എന്ന് വിളിച്ചാലും ഖുർആനെ കുറിച്ച് മായാവിക്കഥ എന്ന് പറഞ്ഞാലും അള്ളാഹ് അവന് കാറ് കൊടുക്കും, വീട് കൊടുക്കും, ഭക്ഷണം കൊടുക്കും. റബ്ബിനെ നിഷേധിച്ച് ജീവിച്ച് എന്നതുകൊണ്ട് അള്ളാഹ് അവന്റെ കാരുണ്യം ചൊരിയാതിരിക്കില്ല. റഹ്മാനാണ്. ഈ ലോകത്ത് അള്ളാഹ് എല്ലാവർക്കും കാരുണ്യം കൊടുക്കും. കാരണം ദുനിയാവിന് ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും അള്ളാഹ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. പടച്ചോൻ അത്ര ഈ ദുനിയാവിന് വില കൽപ്പിച്ചിട്ടുള്ളൂ. പക്ഷെ ആ ദുനിയാവിന് വേണ്ടി കെട്ടുപടഞ്ഞ് ഹറാമ് സമ്പാദിച്ച് അതിനുവേണ്ടി ഓടി നടന്ന് ആഖിറത്ത് നഷ്ടപ്പെട്ടു പോകുന്ന, ആ ദുനിയാവിൽ ഒരു കലണ്ടർ മാറ്റിയിടുന്ന ദിവസം ആഘോഷിക്കാൻ വേണ്ടി ബക്കറ്റിൽ വരെ മദ്യം നിറച്ചു വെച്ച് മുക്കിക്കൊടുക്കുന്ന ഒരു സംസ്കാരം വളർന്നു വരുമ്പോ എത്ര വിഡ്ഢികളാണ് ഈ മനുഷ്യരെന്നുള്ളത് ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കേണ്ടതില്ലേ സഹോദരങ്ങളെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അഖദ ബിമൻകിബി, എൻ്റെ ചുമലിങ്ങനെ പിടിച്ചു. ചുമലത്ത് കൈ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, കുൻ ഫി ദുനിയ കഅന്നക ഗരീബ് ഔ അബിർ സബീൽ. മോനെ, ദുനിയാവിൽ ജീവിക്കുമ്പോൾ നീ ഒരു അപരിചിതനെ പോലെ ജീവിക്കണം, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ. എന്നിട്ട് വകാന ഇബ്നു ഉമർ യഖൂൽ, റസൂലുള്ളാഹിയിൽ നിന്ന് ഈ സന്ദേശം ലഭിച്ച ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഇദാ അംസൈത ഫലാ തൻതദിർ സ്വബഹ്, വൈകുന്നേരം ആയാൽ അടുത്ത പ്രഭാതത്തെ നീ പ്രതീക്ഷിക്കേണ്ടതില്ല. വഇദാ അസ്ബഹത ഫലാ തൻതദിർ മസാ, രാവിലെ ആയാൽ വൈകുന്നേരമാകും എന്നും നീ പ്രതീക്ഷിക്കേണ്ട. വഖുദ് മിൻ സുഹതിക ലിമർലിക്, അതുകൊണ്ട് ആരോഗ്യം ഉണ്ടാകുമ്പോൾ രോഗകാലത്തേക്ക് വേണ്ടി നീ അധ്വാനിക്കണം. വമിൻ ഹയാതിക ലിമൗതിക്, ആരോഗ്യവും ജീവിതവും ഉണ്ടാകുന്ന ഈ കാലം മരണശേഷമുള്ള ലോകത്തിനു വേണ്ടി നീ അധ്വാനിക്കണം. മറ്റൊരു റിവായത്തിൽ കാണാം, മോനെ, നാളെ നിന്റെ പേരെന്താവും എന്ന് നിനക്കറിയില്ല. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? നാളെ നിന്റെ പേര് മാറും. ഇന്ന് എന്നെ വിളിക്കുന്ന പേരാകില്ല ഈ ശ്വാസം നിലച്ചാൽ, മയ്യത്തെന്നാണ് പിന്നീട് സംബോധന ഉണ്ടാവും. അത്രത്തോളം
അത്രത്തോളം. കുറച്ച് മുമ്പ് ഒരു സുഹൃത്ത് പറഞ്ഞ അനുഭവം ഞാൻ ഓർത്തു പോകുന്നു. ജീവിതയാത്രയിൽ നമ്മളൊക്കെ ഓർക്കാൻ അത് നല്ലതാണ്. നമ്മൾ ഈ അധ്വാനിച്ചുണ്ടാക്കിയ വീട് പോലും നാളെ നമ്മുടെ മയ്യത്ത് വെക്കാൻ കൊള്ളില്ല എന്ന് ചിലപ്പോൾ കുടുംബക്കാർ തീരുമാനിക്കും. കുറേ കൊല്ലം ഗൾഫിൽ അധ്വാനിച്ചൊരു മനുഷ്യൻ ഒരു നാട്ടിൻപുറത്ത് ജീവിക്കുന്ന, നല്ലൊരു വീടുണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചു, റോഡ് സൈഡിൽ ഒരു 10 സെന്റ് ഭൂമി വാങ്ങി അവിടെ ഒരു വീടുണ്ടാക്കി നല്ലൊരു വീട് പണിത് താമസമാക്കുന്നതിൻ്റെ കുറച്ചു ദിവസം മുമ്പ് ഗൾഫിൽ വെച്ച് മരിച്ചു. മയ്യത്ത് നാട്ടിൽ കൊണ്ടുവന്നു. കുടുംബക്കാരും മാതാപിതാക്കളും കുടുംബക്കാരൊക്കെ തമ്മിലുള്ള ചർച്ച, മയ്യത്ത് കൊണ്ടുവന്നാൽ എവിടെ വെക്കും? ഉള്ളിലേക്കുള്ള ഇടവഴിയിൽ ആ വീട്ടിലെത്താൻ കുറച്ച് പ്രയാസമുണ്ട്. റോഡ് സൈഡിലാണ് പുതുതായി ഉണ്ടാക്കിയ വീട്, അവിടെ വെച്ചാലോ? പക്ഷെ തടഞ്ഞു കുടുംബക്കാരൊക്കെ. വേണ്ട, ആദ്യം ഒരു പുതിയ വീട്ടിൽ ഒരു മയ്യത്ത് വെക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ആളുകൾ ഇത്തിരി കഷ്ടപ്പെട്ടാലും ആ ഇടവഴിയിലെ തറവാട്ടിൽ തന്നെ ആയിക്കൊള്ളട്ടെ മയ്യത്ത് ആളുകൾക്ക് കാണാൻ വെക്കുക. എന്താണ് ഇത് നമ്മളെ പഠിപ്പിക്കുന്ന സഹോദരങ്ങളെ? നീണ്ട വർഷക്കാലം ഒരു മനുഷ്യൻ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു വീട് നാളെ അയാളുടെ മയ്യത്ത് പോലും വെക്കാൻ കൊള്ളില്ല എന്നതാകും ചിലപ്പോൾ കുടുംബക്കാരെ തീരുമാനിക്കുന്നത്. അത്രത്തോളേ ഉള്ളൂ ഇവിടെ നമ്മൾ സമ്പാദിച്ചു വെക്കുന്ന ഏത് സമ്പാദ്യത്തിന്റെയും മൂല്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ജീവിതയാത്രയിൽ ഈ ജീവിതത്തിന്റെ നൈമിഷികതയെ കുറിച്ചുള്ള ഓർമ്മയാകണം ഒരു പുതുവർഷം കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്. അതാണ് സത്യത്തിൽ ബുദ്ധി എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ആരെക്കുറിച്ചാണ് ബുദ്ധിയുള്ള ആളെന്ന് പറയാം? കുറേ കഷ്ടപ്പെട്ടൊക്കെ ജീവിച്ച് പിന്നെ ഹറാമോ ഹലാലും നോക്കാതെ കുറേ സമ്പാദിച്ച് നല്ലൊരു വണ്ടിയൊക്കെ വാങ്ങി നാട്ടിലെ റോട്ടിലൂടെ അങ്ങനെ പോകുമ്പോൾ നോക്കുന്ന ആളുകൾ പറയും ജീവിക്കാൻ പഠിച്ച ഒരാളുണ്ട്, അവൻ്റെ ബാപ്പക്കൊക്കെ എന്താണ്ടായിരുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല സമ്പാദിച്ചു. അപ്പൊ കോഴികളുടെ അമ്മാനമാണ്. ഇതാണോ ബുദ്ധി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് റസൂലിനോട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു, അൻസാറുകളിൽപ്പെട്ട അയ്യുൽ മുഅ്മിനീൻ അഫ്ളൽ, മുഅ്മിനുകളിൽ ഏറ്റവും ശ്രേഷ്ഠനാരാണ്? അപ്പൊ റസൂൽ പറഞ്ഞു, അഹ്സനുഹു ഖുലുഖ, അവരിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളാണ്. ജനങ്ങൾക്ക് ഇമ്പം തോന്നുന്ന, ആളുകൾക്ക് ആശ്വാസമുള്ള വാക്കുകൾ സംസാരിക്കുന്ന, പെരുമാറ്റത്തിൽ നന്മ വെച്ചു പുലർത്തുന്ന ഒരാൾ, അതാണ് മുഅ്മിനുകളിൽ ഏറ്റവും നല്ലവൻ. സഹാബി വീണ്ടും ചോദ്യം ആവർത്തിച്ചു, ഫഅയ്യുൽ മുഅ്മിനീന അഖിയസ്, മുഅ്മിനുകളിൽ ഏറ്റവും ബുദ്ധിമാനാരാണ് എന്ന് റസൂലിന്റെ മറുപടി, അക്സറുഹും ലിൽ മൗതി ദിക്റ, അവരിൽ ഏറ്റവും കൂടുതൽ മരണത്തെക്കുറിച്ചുള്ള ചിന്ത മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നവരാണ്. തുടർന്ന് പറഞ്ഞു, വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിദാദ, ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ നന്നായി ഒരുങ്ങുന്നവൻ ആരാണോ, ഉലൈക്കൽ അഖിയാസ്, അവരാണ് ബുദ്ധിമാന്മാർ. മറ്റൊരു ഹദീസിൽ ഇതേ ആശയം റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്, അൽ കയ്യിസു മൻ ദാര നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത് വൽ ആജിസു മൻ അത്ബഅ നഫ്സഹു ഹവാഅ വതമന്ന അലല്ലാഹ്, മനസ്സിനെ കീഴൊതുക്കിയിട്ട് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുന്നവനാണ് നിങ്ങളിൽ ബുദ്ധിയുള്ളവൻ. മനസ്സ് കൽപ്പിക്കുന്ന പ്രകാരം പ്രവർത്തിക്കുകയും എന്നിട്ട് അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ചു പുലർത്തി അങ്ങനെ ജീവിക്കുകയും ചെയ്യുന്നവനാണ് നിങ്ങളിൽ ബുദ്ധി കുറഞ്ഞവൻ, ദുർബലൻ. തെറ്റുകളൊക്കെ എങ്ങനെ ചെയ്യുക? അപ്പം മനസ്സിലൊരു ആശ്വാസം, ഞാൻ മുവഹിദാണ്, തൗഹീദുള്ളവരാണ്, ഈ തെറ്റേ എന്നിൽ നിന്ന് സംഭവിക്കുന്നു, ഈ ഒരു പലിശക്ക് ഒരു പൈസ കടം വാങ്ങുക എന്നുള്ളത് മാത്രമേ ഞാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ ഒരു തിന്മ മാത്രമേ എന്നിൽ സംഭവിക്കൂ, അത് തൗഹീദുള്ളത് കൊണ്ട് അതൊക്കെ അള്ളാഹ് പുറത്തു വരാൻ സാധ്യതയുണ്ട്. എന്നിങ്ങനെ തിന്മകൾ ചെയ്യുമ്പോ അള്ളാഹുവിനെ കുറിച്ചുള്ളൊരു പ്രതീക്ഷ വെച്ചു പുലർത്തി മനസ്സിന്റെ ഇച്ഛകളെ പിന്തുടരുക, അവനാണ് ബുദ്ധിയില്ലാത്തവൻ. ബുദ്ധിയുള്ളവൻ മനസ്സിനെ കീഴ്പ്പെടുത്തിയിട്ട് മരണത്തിന് ശേഷമുള്ള ഒരു ലോകത്തിനു വേണ്ടി അധ്വാനിക്കുന്നവനാണ്. അതുകൊണ്ട് ജീവിതത്തെ സംബന്ധിക്കുന്ന ഈ ഓർമ്മ ഏത് ഘട്ടത്തിലും നാം കാത്തു സൂക്ഷിക്കുക. പരലോകത്തെ വിജയത്തിനു വേണ്ടി ദുനിയാവിലെ നിമിഷങ്ങളെ ഫലവത്താക്കി ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക. നമ്മുടെ കുടുംബം, നമ്മുടെ അതോടൊപ്പം തന്നെ നമ്മളുമായി ബന്ധപ്പെടുന്ന എല്ലാ അവസ്ഥകളെയും ആ നിലക്ക് മാറ്റിയെടുക്കുക. ഇവിടെ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നം, നമ്മൾ നീട്ടിവെക്കുകയാണ്. ഈ ജനുവരി 1 നമ്മൾ പുതിയ എത്ര തീരുമാനം എടുത്തിട്ടുണ്ടാകും നമുക്കറിയാം. ഈ ജനുവരി 1 മുതൽ ഞാൻ എല്ലാ ദിവസവും ഇനി മുടങ്ങാതെ തഹജ്ജുദ് നിസ്കരിക്കും, അലാവൊക്കെ റെഡിയാക്കി വെക്കും. ആദ്യത്തെ ദിവസം ചിലപ്പോൾ എണീറ്റ് വരും, രണ്ടാമത്തെ ദിവസം ഇബ്ലീസ് നമ്മളെ പിടികൂടും, ഓഫാക്കി അവിടെ കിടക്കുക. അതുപോലെ തന്നെ ജീവിതത്തിലെ പല തിന്മകളും ഇനി ഈ ജനുവരി 1 മുതൽ ഞാൻ ചെയ്യില്ല. പക്ഷേ കാലം മുന്നോട്ട് നീങ്ങുമ്പോൾ അതൊക്കെ വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നല്ലത് ചെയ്യണം നമ്മൾ തീരുമാനിച്ചാൽ, ഹജ്ജിന് പോകണം തീരുമാനിച്ചാൽ അടുത്ത കൊല്ലാവട്ടെ, ഒരു ഉംറ പോകണം വെച്ചാൽ കുറച്ചുകൂടെ അങ്ങ് കഴിയട്ടെ, എല്ലാം നമ്മളിങ്ങനെ നീട്ടിവെക്കുകയാണ്.
വിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയിൽ ഖുർആനിലെ ഓരോ ആയത്തുകളും എത്രമാത്രം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ പരിശോധിക്കുന്നത്. സൂറത്തു തൗബയിലെ 39-ാമത്തെ ആയത്തിൽ, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ സൂറത്തു നൂറിലെ 39-ാമത്തെ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നതായി. സൂറത്തു നൂറിലെ 39 നമ്പർ ഒന്ന് നോട്ട് ചെയ്തിട്ട് നിങ്ങൾ അതിന്റെ വിശദീകരണമൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. അള്ളാഹ് പറയാണ്, വല്ലദീന കഫറൂ, അവിശ്വാസികളുടെ പ്രവർത്തനം അതിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? അഅ്മാലുഹും കസറാബിൻ ബിഖീഅ, അവരുടെ പ്രവർത്തനങ്ങൾ മരുഭൂമിയിലെ കാനൽ ജലം പോലെയാണ്. യഹ്സബുഹുൽ ലംആനു മാഅ, ദാഹിച്ചു വലഞ്ഞവൻ അത് വെള്ളമാണ് എന്ന് വിചാരിക്കും. ഹത്താ ഇദാ ജാഅഹു ലം യജിദു ശൈഅ, പക്ഷെ അവിടെ എത്തിയാൽ അവൻ അവിടെ ഒന്നും കാണില്ല. നിങ്ങൾ പലപ്പോഴും നല്ല വെയിലുള്ളപ്പോൾ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നല്ല ടാറിട്ട മിനുത്ത റോഡാണെങ്കിൽ ദൂരേക്ക് നോക്കിയാൽ വെള്ളമാണെന്ന് തോന്നും, അവിടെ വെള്ളം ഉണ്ടാവില്ല. മരുഭൂമിയിലും അതുപോലെ തന്നെ ദൂരേക്ക് നോക്കിയാൽ അവിടെ വെള്ളം ഉണ്ടെന്ന് തോന്നും, അവിടെ എത്തിയാൽ വെള്ളം ഉണ്ടാവില്ല. അതിനാണ് കാനൽ ജലം എന്ന് പറയുക. കാനൽ ജലം എന്നതൊരു യാഥാർത്ഥ്യമല്ല. അവിടെ എത്തിയാൽ അവിടുന്ന് പിന്നെയും മുന്നോട്ട് നോക്കിയാൽ അവിടെ വെള്ളം ഉണ്ടെന്ന് തോന്നും. ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ ലം യജിദുഹു ശൈഅ, അവരൊന്നും കാണില്ല. അള്ള ജീവിതവുമായിട്ട് ഇതിനെ ഉദാഹരിക്കുകയാണ്. നമ്മളിങ്ങനെ മുന്നോട്ട് നോക്കുന്നു, ലക്ഷ്യം എപ്പോഴും ഇങ്ങനെ മുന്നിലായിരിക്കും, അതിങ്ങനെ നീട്ടിവെച്ച് മാറ്റിവെച്ച് മുന്നോട്ട് ഇങ്ങനെ പോയിട്ട് ഈ ആയത്തിൽ തുടർന്ന് അള്ള എന്താ പറയുന്നത്? അങ്ങനെ മുന്നോട്ട് പോയാൽ അവിടെ വെച്ച് അവൻ റബ്ബിനെ കണ്ടുമുട്ടും, അഥവാ മരണം സംഭവിക്കും. അള്ളാഹു അവന്റെ കണക്ക് പൂർത്തീകരിക്കുകയും ചെയ്യും. വല്ലാഹു സരീഉൽ ഹിസാബ്, അള്ളാഹു അവന്റെ കണക്ക് വളരെ ധൃതിയിൽ പൂർത്തീകരിക്കും. എത്ര സുന്ദരമായ ഒരു ആയത്താണ് സഹോദരങ്ങളെ. ശരിക്ക് ഈമാൻ ഉൾക്കൊള്ളാത്തൊരു മനുഷ്യന്റെ കർമ്മം മരുഭൂമിയിലെ കാനൽ ജലം തേടി പോകുന്ന ഒരു യാത്രക്കാരനെ പോലെയാണെന്നാണ്. അവൻ എപ്പോഴും ഇങ്ങനെ മുന്നോട്ട് പോകുക, അവിടെ വെള്ളമുണ്ട്, അവിടെ വെള്ളമുണ്ട്, അവിടെ വെള്ളമുണ്ട്. ആ ഓട്ടത്തിനിടയിൽ അവൻ റബ്ബിനെ കണ്ടുമുട്ടുന്നു, അള്ളാഹു അവന്റെ ആയുസ് അവിടെ തീർക്കുന്നു, അവന്റെ കണക്ക് പൂർത്തീകരിക്കുന്നു. ഇതല്ലേ സത്യത്തിൽ സഹോദരങ്ങളെ നമ്മുടെയൊക്കെ യാത്ര എന്ന് പറയുന്നത്? കാനൽ ജലം അത് വെള്ളമാണെന്ന് കരുതി മുന്നോട്ട് നീങ്ങുന്ന യാത്രക്കാരനെ പോലെ പലതും നീട്ടിവെച്ചു മാറ്റിവെച്ചു ഓരോ ജനുവരി 1-നും പുതിയ തീരുമാനങ്ങൾ എടുത്തു. അതൊന്നും ജീവിതത്തിൽ പ്രാവർത്തികമാകാതെ മുന്നോട്ട് പോകുന്നതിനിടയിൽ ഹോസ്പിറ്റലിൽ വെച്ച്, വീട്ടിലെ കിടക്കയിൽ വെച്ച്, ഓടുന്ന വണ്ടിയിൽ വെച്ച് അള്ളാഹു നമ്മുടെ കാര്യം പൂർത്തീകരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ വചനം നമ്മിൽ മാറ്റമുണ്ടാക്കണം. ഗൗരവതരമായി ജീവിതത്തെ കാണാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു എത്ര ഔദാര്യവാനാണ്. പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, ഫലപ്രദമായി ജീവിതത്തെ ഉപയോഗപ്പെടുത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം റഹ്മാനായ റബ്ബ് നൽകുന്ന പ്രതീക്ഷ എത്ര വലുതാണ് സഹോദരൻ, എത്ര വലുതാണ്. അള്ളാഹുവിന്റെ കൂലിയുടെ സംവിധാനം അതാണല്ലോ. വലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫ് ശൈഅ വലൗ തൽഖാ അഖാക ബിവജ്ഹിൻ തലിക്, നന്മയിൽപ്പെട്ട ഒന്നും നീ നിസ്സാരമായി തള്ളാൻ പാടില്ല. അത് നിന്റെ സഹോദരനെ കണ്ടുമുട്ടുന്നത് ഒരു പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി ആകുന്ന കാര്യമാണ്. ഇപ്പോൾ സുഹൃത്തിനെ കാണുമ്പോൾ ഒന്ന് ചിരിക്കുക, അതുപോലും ചെറുതായി കാണരുത് എന്നാണ്. അപ്പൊ മുഅ്മിനിന്റെ ജീവിതത്തിൽ എന്തുണ്ടാവും? നന്മകൾ ചെയ്യാനുള്ള ശ്രമം നിരന്തരം. വിശുദ്ധ ഖുർആൻ അതിന് പ്രയോഗിച്ച പ്രയോഗം എങ്ങനെയാണ്? നിങ്ങൾ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക്, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെടണം എന്നതാണ്, ധൃതി കാണിക്കുക എന്നതാണ്. കാരണം റബ്ബിന്റെ കൂലി നൽകാനുള്ള സംവിധാനത്തിന് ഒരു പ്രത്യേകത നമുക്കറിയാം. നമ്മൾ ഒരാൾക്ക് ഇവിടെ കൂലി നൽകുമ്പോൾ, ഇപ്പൊ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 2 പണിക്കാരെ കിട്ടണം. ഇപ്പോൾ എളുപ്പമുള്ള മാർഗം എന്താ? ആ ബസ് സ്റ്റോപ്പിൽ പോയാൽ അവിടെ കുറേ ആളുകൾ, ഹിന്ദി സംസാരിക്കുന്ന കുറേ ആളുകൾ ഉണ്ടാവും. അവരെ 2 ആൾ വിളിച്ചു കൊണ്ടുപോയി വീട്ടിലെത്തിയ ഉടനെ തന്നെ നല്ല മഴ പെയ്തു, പണിയൊന്നും നടന്നില്ല, നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞു. ഒരു ദിവസത്തെ കൂലി അവർക്ക് കൊടുക്കുമോ? നമ്മൾ വൈകുന്നേരം വരെ അധ്വാനിച്ചതിന്റെ കൂലി കൊടുക്കുമോ? ഒരിക്കലും ഇല്ലല്ലോ. കാരണം ആ വന്നവരും അറിയാം, ഞാൻ അങ്ങനെ ഫുള്ള് കൂലി വാങ്ങിയാൽ ന്യായമല്ല, ഞാൻ പണിയൊന്നും എടുത്തിട്ടില്ല, പണി നടന്നിട്ടില്ല എന്ന്. പക്ഷെ അള്ളാഹുവിന്റെ സംവിധാനം ഉദ്ദേശിച്ചതിന് പ്രതിഫലം നൽകുന്ന സംവിധാനം. ഖുർആനിലെ വിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസായിലെ 100-ാമത്തെ ആയത്തിന് ഒരു സബബുൻ നുസൂലുണ്ട്. ആയത്തിന്റെ തഫ്സീറിലെ സംഭവം നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന്റെ കാലഘട്ടത്തിൽ, അവസാനിപ്പിക്കേണ്ട സമയത്തുണ്ടാവില്ല, പറഞ്ഞു തീർക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതത്തിന്റെ പീഡനങ്ങളുടെ സന്ദർഭം, അള്ളാഹുവിന്റെ കൽപ്പന വന്നു, ഹിജറക്ക് ഉള്ള അനുമതി.
ഹിജറ പോകാനുള്ള അനുമതി നൽകപ്പെട്ടു. സഹാബികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയക്കുകയാണ്, വളരെ രഹസ്യമായിട്ട്. ആ സമയത്ത് ലുമുറത്ത് ബിൻ ജുന്ദുബ്, ചില റിവായത്തിൽ ജുന്ദുബിന് ലുമുറത്ത് എന്നും അദ്ദേഹത്തിന്റെ പേര് കാണും. അല്ലാഹു അലം. ഏതായിരുന്നാലും വൃദ്ധനായ ഒരു സഹാബിയാണ്. മക്കളോട് പറയാണ്, എനിക്ക് പോകണം, ഹിജറ പോകണം, മദീനത്തേക്ക് പോകണം. ഹിജറയുടെ പ്രതിഫലം മനസ്സിലാക്കിയിട്ട് ആ വൃദ്ധനായ സഹാബിയുടെ ആവശ്യം. മക്കൾ പറഞ്ഞു, ബാപ്പ എങ്ങനെയാ പോവുക? ആരോഗ്യം ആ വിധത്തിലാണ്, പ്രായം അത്രയേറെ ചെന്നിട്ടുണ്ട്. മക്കളിൽ നിരുത്സാഹപ്പെടുത്തി അദ്ദേഹം നിർബന്ധിച്ചു. അവസാന നിർബന്ധത്തിന് വിധേയമായി മക്കൾ അദ്ദേഹത്തെ താങ്ങിയെടുത്ത് മദീനയിലേക്ക് പുറപ്പെടുക. ഏതാനും നാഴിക പിന്നിട്ടപ്പോൾ വഴിയിൽ വെച്ച് അദ്ദേഹം മരിച്ചു. ഈ വാർത്ത നേരത്തെ ഹിജറ പുറപ്പെട്ട് മദീനയിലെത്തിയ സഹാബികൾ പറഞ്ഞു. അവർ പരസ്പരം പറഞ്ഞു, കഷ്ടായി പോയി, ലുമുറത്ത് മദീനയിൽ എത്തിക്കിട്ടിയിരുന്നെങ്കിൽ ഹിജറയുടെ കൂലി കിട്ടുമായിരുന്നല്ലോ, വഴിയിൽ വെച്ച് മരിച്ചു പോയില്ലേ. ആ സമയത്താണ് അള്ളാഹു സൂറത്ത് നിസായിലെ 100-ാമത്തെ ആയത്ത് ഇറക്കുന്നത്. ഹിജറയുടെ മഹത്വം പറഞ്ഞിട്ട് അത് പറഞ്ഞു, ഏതൊരാൾ അള്ളാഹുലേക്കും റസൂലിലേക്കുമുള്ള ഹിജറ ഉദ്ദേശിച്ചിട്ട് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു വഴിയിൽ വെച്ച് മരണം അയാളെ പിടികൂടുകയും ചെയ്തെങ്കിൽ തീർച്ചയായും അള്ളാഹുവിന്റെ അടുക്കൽ അയാളുടെ പ്രതിഫലം സ്ഥിരപ്പെട്ടിരിക്കുന്നു. പണി മുഴുവൻ ചെയ്യണമെന്നില്ല, ഉദ്ദേശിച്ചിറങ്ങിയാൽ മതി, കൂലി ഉറപ്പ്. ചെയ്താലോ 70, 700, 70,000 കണക്കില്ലാത്ത പ്രതിഫലം. അതാണ് അള്ളാഹുവിന്റെ കാരുണ്യം. അപ്പൊ ഈ ജീവിതം അള്ളാഹു ഒരു കൊല്ലം കൂടി 2025 ജീവിക്കാൻ അവസരം നൽകിയെങ്കിൽ ഈ ചിന്തയല്ലേ സഹോദരങ്ങളെ നമ്മിൽ ഉണ്ടാകേണ്ടത്? ഖബറിലേക്കുള്ള പരലോകത്തേക്കുള്ള ഈ യാത്രക്കിടയിൽ ഇത്ര ഔദാര്യവാനായ റബ്ബ് എന്റെ കർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോ എനിക്കെങ്ങനെയാണ് ആലസ്യത്തിന്റെ മൂടുപടത്തിനുള്ളിൽ കഴിഞ്ഞുകൂടാൻ സാധിക്കുക? അള്ളാഹ് തന്ന ആരോഗ്യം, അള്ളാഹു തന്ന അറിവ്, അള്ളാഹു നൽകിയ ജീവിത വിഭവങ്ങൾ, അത് സ്വർഗം നേടാൻ തീർച്ചയായും ഞാൻ ഉപയോഗപ്പെടുത്തേണ്ടതില്ലേ? സഹോദരങ്ങളെ, ഒരു അന്ത്യം ഞാൻ അവസാനിപ്പിക്കാം. ഒരു നിമിഷം എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ കടന്നു വരാനുണ്ട്. നമ്മളോട് ഏറ്റവും അടുത്തത് ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? ഇപ്പൊ കാലിലടിഞ്ഞ ചെരുപ്പാണ്. കാരണം 2 വിരലിനിടയിൽ അതിന്റെ വാർ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നുണ്ട്. പക്ഷെ റസൂൽ പറഞ്ഞു, അൽ ജന്നത്തു അഖറബു ഇലാ അഹദികും മിൻ ശിറാഖിൽ അലൈഹി വനാറു ദാലിക. സ്വർഗ്ഗം ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്താണ്, നരകവും അങ്ങനെ തന്നെ. എന്റെയും നിങ്ങളുടെയും ഏറ്റവും അടുത്ത്, ഏറ്റവും സമീപം അതുണ്ട്. ആ യാത്ര തീർച്ചയായും പോകേണ്ടുന്നവരാണ് നമ്മളെ, ഒരു സംശയമില്ല. എന്റെയും നിങ്ങളുടെയും ഒക്കെ മയ്യത്ത് നമ്മുടെ വീട്ടിൽ വെക്കപ്പെടുന്ന ഒരു ദിനം തൊട്ടടുത്ത് തന്നെയാണ്, വിദൂരമല്ലാതെ. ആ സന്ദർഭത്തിൽ നമ്മുടെ മരണവാർത്ത കേൾക്കുമ്പോൾ എന്താണ് ആളുകൾ പറയുക? ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ സഹാബികൾ ആ മയ്യത്തിന്റെ നന്മയെ കുറിച്ച് പറഞ്ഞു. റസൂൽ പറഞ്ഞു, സ്ഥിരപ്പെട്ടു. മരണവാർത്ത കേൾക്കുമ്പോൾ ആളുകൾ എന്താണോ പറഞ്ഞത് അത് സ്ഥിരപ്പെട്ടു. വല്ലാത്തൊരു മനുഷ്യനായി. ഈ നാട്ടിൽ തൗഹീദ് കൊണ്ടുവന്നത് മൂപ്പരാണ്. എത്ര ത്യാഗമാണ് അദ്ദേഹം സഹിച്ചത്. ആ വീട്ടിൽ ചെന്ന് എന്ത് പറഞ്ഞാൽ ഒരു പരിഹാരമായിരുന്നു. ആളെ നോക്കാതെ സഹായം ചെയ്ത മനുഷ്യൻ, ഒരു വളക്ക അണഞ്ഞു പോയത്. ഇതാണോ നമ്മളെ കുറിച്ച് പറയുന്നത്? സ്ഥിരപ്പെട്ടു. മറ്റൊരു മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ആ മയ്യത്തിന്റെ ദോഷങ്ങളെ കുറിച്ച്, അയാളുടെ ചെയ്തികളെ കുറിച്ച് ആളുകൾ പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു, സ്ഥിരപ്പെട്ടു. നമ്മൾ മരണപ്പെടുന്ന ഒരു ദിവസം, ജീവിതത്തിൽ നമ്മൾ ചെയ്ത എന്തെങ്കിലും ഒരു തിന്മയാണ് ആളുകൾ ഓർക്കുന്നതെങ്കിൽ, അതാണ് സ്വകാര്യമായി പറയുന്നതെങ്കിൽ, അത് മനസ്സിൽ വെച്ചിട്ടാണ് നമ്മുടെ മയ്യത്തിന്റെ നമസ്കാരത്തിന് അവർ പിറകിൽ നിൽക്കുന്നതെങ്കിൽ, നമ്മൾ എത്ര ഹതഭാഗ്യരാണ് സഹോദരങ്ങളെ, എത്ര ഹതഭാഗ്യരാണ്. നമ്മുടെ മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് മകനോ മരുമകനോ ആരെങ്കിലും ഒന്ന് മരണപ്പെട്ട ഞങ്ങളുടെ ഉപ്പ അല്ലെങ്കിൽ എൻ്റെ അമ്മോശൻ ആരുടെയെങ്കിലും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വിട്ടു കൊടുക്കണം, മാപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ നിങ്ങൾ രക്ഷപ്പെടും. ഏതെങ്കിലും മനസ്സിനെ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആരെയെങ്കിലും നമ്മൾ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ട് നന്മയുടെ അടയാളം എന്ന് പറഞ്ഞാൽ ആസാറ് കൂടി അള്ളാഹു വിചാരണക്ക് വിധേയമാണ്. എന്താണ് ആസാർ? കർമ്മത്തിന്റെ സ്വാധീനം. നമ്മൾ ജീവിതത്തിന്റെ അടയാളം, ജീവിച്ചതിന്റെ അടയാളം ഈ ലോകത്ത്, ഈ നാട്ടിൽ ബാക്കിയാക്കിയിട്ട് റബ്ബിലേക്ക് യാത്ര പോകാൻ സാധിക്കുക. റസൂൽ പറഞ്ഞല്ലോ, ഖബറിൽ വെച്ച് ചില ആളുകൾക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അവർ റബ്ബിനോട് ചോദിക്കും, എന്താണ് റബ്ബ് ഞാൻ ഇതിന് മാത്രം ചെയ്തത്? അപ്പൊ പറയും, നിന്റെ മക്കൾ ചെയ്തതിന്റെ ഫലമാണ് നിനക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.
അവരെ നന്മ പഠിപ്പിച്ചതിന്റെ പേരിൽ. അതുപോലെ നമ്മൾ നാട്ടിൽ ചെയ്തു കൂട്ടിയ നന്മകളുടെ സമ്പാദ്യങ്ങൾ നാളെ ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് ആസാർ. ആ ആസാറുകൾ ഈ ലോകത്ത് ബാക്കിയാക്കി റബ്ബിലേക്ക് യാത്ര പോകാൻ സാധിക്കുക. അതേപോലെ കരച്ചിലുകൾ, ഏത് കരച്ചിൽ? കുടുംബക്കാരുടെ കരച്ചിലല്ല, പിന്നെ ആകാശത്തിന്റെയും ഭൂമിയുടെയും കരച്ചിൽ. സൂറത്ത് ദുഹാനിൽ 29-ാമത്തെ ആയത്ത് പഠിപ്പിച്ചു. ഏത്? ഫിർഔന്റെ സംഭവം. ഫിർഔൻ വെള്ളത്തിൽ മുങ്ങി ജീവൻ നഷ്ടപ്പെട്ട സംഭവം പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു, ആകാശവും ഭൂമിയും ഫിർഔന് വേണ്ടി കരഞ്ഞില്ല, അവർക്ക് അവധി നീട്ടപ്പെട്ടതുമില്ല. അഥവാ ആകാശവും ഭൂമിയും കരഞ്ഞില്ല ഫിർഔൻ മരിച്ചപ്പോൾ. സുബ്ഹാനല്ലാഹ്. ആയത്തിന്റെ തഫ്സീറും നമ്മൾ എടുത്തു നോക്കും. വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് മുഫസ്സിറുകൾ. സഹാബത്ത് ചോദിക്കാണ് റസൂലിനോട്, ആകാശവും ഭൂമിയും കരയുക, അതെങ്ങനെയാണ് റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അത് മുഅ്മിനുള്ള സൗഭാഗ്യമാണ്. മുഅ്മിൻ മരിച്ചാൽ ആകാശവും ഭൂമിയും കരയും, കാഫിർ മരിച്ചാൽ ആകാശവും ഭൂമിയും കരയില്ല. വീണ്ടും റസൂൽ പറഞ്ഞു, വഇന്ന ഫിസ്സമായി ബാബാൻ, ആകാശ ലോകത്ത് 2 വാതിലുണ്ട്. ഒരു വാതിൽ എന്താണ്? മുഅ്മിനിന്റെ കർമ്മങ്ങൾ, ദിക്റുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന വാതിൽ. രണ്ടാമത്തേത് അവന്റെ റിസ്ഖ് ഭൂമിയിലേക്ക് ഇറങ്ങുന്ന വാതിൽ. അവൻ മരിക്കുമ്പോൾ ഈ 2 വാതിൽ കൊട്ടിയടക്കപ്പെടും. അപ്പോൾ ആകാശ ഭൂമികൾ കരയും. സുബ്ഹാനല്ലാഹ്. അത് വിശദീകരിച്ചിട്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലിൽ നിന്ന് കേട്ടുപഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പറയാണ്, ഹത്താ മുസല്ല. സുബ്ഹാനല്ലാഹ്. അവന്റെ മുസല്ല വരെ കരയും, മുസല്ല വരെ കരയും. നമ്മുടെ വീട്ടിൽ ലോകം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നേരത്തെ എഴുന്നേറ്റ് നമ്മൾ തഹജ്ജുദ് നമസ്കരിച്ച മുസല്ല, നമ്മുടെ മയ്യത്തെടുക്കപ്പെട്ട ദിവസം ആ മുസല്ല അവിടെ കിടക്കുക. അതുവരെ നടന്ന സുജൂദ് ആ മുസല്ലക്ക് കിട്ടുന്നില്ല. പള്ളിയിൽ 1-ാമത്തെ സഫിൽ എല്ലാ നമസ്കാരത്തിലും നമ്മൾ ചെന്നിട്ട് അല്ലാഹു അക്ബർ പറഞ്ഞ് നെറ്റിത്തടം വെച്ച സുജൂദ് ചെയ്ത ആ മുസല്ല കരയുമെന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ച് പറയുന്നത്. നമ്മൾ പാരായണം ചെയ്തുകൊണ്ട് നെഞ്ചോട് ചേർത്ത് വെക്ക്. എന്നും നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആൻ നമ്മുടെ മയ്യത്തെടുക്കപ്പെടുന്ന ദിവസം അവിടെ വീട്ടിൽ പാരായണം ചെയ്യപ്പെടാതെ കിടക്കുമ്പോൾ അത് കരയുന്നത്. ഈ ഭൂമിയിലുള്ള വസ്തുക്കൾ, വാനലോകം നമുക്ക് വേണ്ടി കരയുന്ന ഒരു മരണം, അതാണ് നമ്മുടെ സൗഭാഗ്യം. അത് നമ്മൾ ആഗ്രഹിക്കുക, റബ്ബിനോട് പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി അധ്വാനിക്കുക. അതിനാവശ്യമായ ഇൽമ് നേടാൻ ഏതൊക്കെ സന്ദർഭം കിട്ടും അത് നമ്മൾ പരമാവധി എടുക്കുക. 2 കാര്യങ്ങളാണ് അള്ളാന്റെ അടുക്കൽ നമ്മുടെ പദവികൾ. അതുകൂടി ശ്രദ്ധയിൽപ്പെടുത്തി അവസാനിപ്പിക്കുക. ബാങ്ക് അക്കൗണ്ട് അല്ല, സമ്പാദ്യമല്ല, സമ്പാദിച്ചു കൂട്ടിയ വിഭവങ്ങളല്ല. റബ്ബിന്റെ അടുക്കൽ നമ്മുടെ പദവി ഉയർത്തുന്നത് 2 കാര്യങ്ങളാണ്. നിങ്ങളുടെ ഈമാൻ, അതാണ് ഒന്നാമത്. ഈമാനിന്റെ തോത് എത്ര വർദ്ധിക്കുമോ അത്ര അല്ലാഹുവിന്റെ അടുക്കൽ നമ്മുടെ ദർജ ഉയരും. 2, നമ്മുടെ ഇൽമ്, അറിവ്, അതെത്ര ഉയരുന്നുവോ അതിനനുസരിച്ച് അല്ലാഹുവിന്റെ അടുക്കൽ നമ്മുടെ ദർജ ഉയരും. അതുകൊണ്ട് ഈമാനും ഇൽമും 2ഉം വർദ്ധിപ്പിച്ച് അല്ലാഹുവിന്റെ അടുക്കൽ എന്റെ ദർജ ഉയരണമേ എന്ന പ്രാർത്ഥനയോടെ വിശ്രമമില്ലാതെ അധ്വാനിക്കാനുള്ള പ്രചോദനമാകണം 2025 കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. അതോടൊപ്പം തന്നെ ഹിജ്റ മാസം നമുക്കറിയാം. ഹിജ്റ മാസം അതിന്റെ കലണ്ടർ മഹാനായ ഉമറുവിന്റെ കാലത്താണ് ഹിജ്റ കലണ്ടർ തയ്യാറാക്കുന്നത്. പല അഭിപ്രായങ്ങൾ വന്നു. മാനദണ്ഡം എന്താക്കണം? ഇസ്രാ മിഅ്റാജ് ആക്കണമോ, ഹിജ്റയാക്കണമോ, ബദർ യുദ്ധമാക്കണമോ, കലണ്ടറിന്റെ മാനദണ്ഡം എന്താക്കണം? അവസാനം ചർച്ച ഏകോപിക്കപ്പെട്ടു. ഹിജ്റയാക്കണം ആ കലണ്ടറിന്റെ മാനദണ്ഡം. അങ്ങനെയാണ് ഹിജ്റ കലണ്ടർ തയ്യാറാക്കപ്പെട്ടത്. ഇസ്ലാമികമായ കലണ്ടറിന് രൂപകൽപ്പന നൽകി. അതിലെ പരിശുദ്ധമായ മാസമാണ് ഇപ്പോഴുള്ള നമ്മുടെ ഈ മാസം എന്ന് പറയുന്നത്. ഇന്ന ഇദ്ദത്ത ശുഹൂർ ഇൻദല്ലാഹി 12 ശഹ്റ. അല്ലാഹുവിന്റെ അടുക്കൽ കാലം എന്ന് പറയുന്നത് അത് 12 മാസമാണ്. ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ അല്ലാഹു സൃഷ്ടിച്ച ദിനം മുതൽ റബ്ബിന്റെ അടുക്കൽ മാസം 12 ആണ്. മിൻഹ അർബഅത്തുൻ ഹുറും. അതിൽ 4 പവിത്രമാണ്. ആ പവിത്രമായ 4 മാസങ്ങളിൽ ഒന്നിലാണ് നമ്മളുള്ളത്. സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ച് വരാൻ പോകുന്ന റമളാനിന് വേണ്ടി സന്നദ്ധമാകാൻ ഈ സന്ദർഭം പ്രത്യേകിച്ച് നമ്മൾ ഉപയോഗപ്പെടുത്തുക.
മാറ്റിയിട്ട കലണ്ടറിന് പകരം പുതിയത് വെച്ച് ഈ ഓർമ്മകളെല്ലാം നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകാൻ സഹായകമായി തീരട്ടെ. റഹ്മാനായ നാഥ, നിന്നെ സ്നേഹിച്ച്, ഇൽമിനെ സ്നേഹിച്ച്, വിശ്രമമില്ലാതെ നിന്റെ സ്വർഗത്തിനു വേണ്ടി അധ്വാനിക്കുന്ന നിന്റെ പ്രിയപ്പെട്ട അടിമകളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാവിധ പാപങ്ങളും തിന്മകളും നിന്റെ മഹത്തായ കാരുണ്യത്തെ മുൻനിർത്തി നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. ഞങ്ങൾക്ക് ആരോഗ്യവും ദീർഘായുസ്സും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. കാരുണ്യവാനായ നാഥ, ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച പ്രിയപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഇന്ന് മണ്ണിനടിയിലാണ്. ഈ ലോകം വിട്ടുപോയിട്ടുള്ള അവർക്ക് നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ നാഥ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. മാരക രോഗങ്ങൾ, കടബാധ്യതകൾ, ജോലി പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലുണ്ട്. എല്ലാം അറിയുന്ന റഹ്മാനായ നാഥ, എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിക്കുകയും സന്തോഷവും സമാധാനവുമുള്ള ജീവിതം രണ്ട് ലോകത്തും നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم أرنا الحق حقا وارزقنا اتباعه. اللهم أرنا الباطل باطلا وارزقنا اجتنابه. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على النبي وعلى آله وصحبه أجمعين والحمد لله رب العالمين.